ഹലോ ഫ്രണ്ട്സ്, ഇതെന്നോട് പോയിട്ടാ നമ്മൾ കാണാൻ പോകുന്നത് ബൊറൂട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 67, 68, 69 എന്ന എപ്പിസോഡുകളാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ ചോജോനാണ്. ചോജോ ആണെങ്കിൽ സ്ക്രിപ്റ്റിൽ ലവ് സീനും കിസിങ് സീനും ഒക്കെ വായിച്ചിട്ട് ആകെ ബ്ലഷായി ഇങ്ങനെ പമ്പ് ആവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചോജോ പിന്നെയും അവളുടെ ബാക്ക് സ്ലിം ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവൾ ആലോചിക്കുന്നുണ്ട്, അയ്യോ ഞാൻ ഈ സീൻ എങ്ങനെ ചെയ്യും, സോ ഹോട്ടായിട്ടുള്ളൊരു സീൻ, അവൻ അത്രയും ക്ലോസ് റേഞ്ചിൽ നിന്ന് അതെങ്ങനെ ചെയ്യുമെന്ന്. ആ റിങ്ങൊക്കെ ചോജോ എടുത്ത് നോക്കുന്നുണ്ട്. അവൻ അത്രയും സേഫായിട്ട് എൻ്റെ കയ്യിൽ തന്നെങ്കിൽ ചിലപ്പോൾ ഞാനായിരിക്കത്തില്ലേ അവൻ്റെ ഫിയാൻസി എന്ന രീതിയിൽ, അവൻ എന്നോട് ഒരു ഇതുണ്ടോ എന്ന രീതിയിൽ. പിന്നീട് കാണിക്കുന്നത് ചോജോ ഒരുങ്ങി വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം കണ്ടേന്ന് തോന്നുന്നു അല്ലേ. അപ്പോഴത്തേക്കും അവിടെ നിന്നാണ് നമ്മളെ കാണിക്കുന്നത്. ചോജോ എന്ത് ചെയ്യാണ്, നല്ലൊരു യെല്ലോ ഗൗണൊക്കെ ഇട്ട് സൂപ്പറായിട്ട് ഒരുങ്ങി വരാണ്. അപ്പോഴത്തേക്കും സറാട പറയുന്നു, കാണാനായിട്ട് ഒരു സെലിബ്രിറ്റി പോലെ ഉണ്ട്, ഒരു മോഡലിനെ പോലെ ഉണ്ട്. അപ്പോൾ ചോജോ പറഞ്ഞു, ഓഫ് കോഴ്സ് ഐ നോ ദാറ്റ്. അപ്പോൾ നമ്മളുടെ സറാട പറയാണ്, നീ അല്ലെങ്കിലും സുന്ദരിയാണ്, നീ ഇങ്ങനെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് നിന്നെ ബിൽഡ് ചെയ്തെടുക്കാതെ അങ്ങനൊന്നും ഇല്ല, നീ എല്ലായിടത്തും സുന്ദരിയാണെന്ന് പറയണം. അപ്പോൾ ചോജോ പറയണം, അല്ല ആക്ച്വലി ഞാൻ ഇങ്ങനെയാണ് സുന്ദരി, എനിക്ക് ഇതാണ് ഇഷ്ടം, കാരണം അവനിതാണ് ഇഷ്ടം, എന്തായാലും ഞാനൊന്ന് റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ വാരി തേക്കുന്നുണ്ട് ചുണ്ടിൽ. നല്ല ഗ്ലൗസി ആയിട്ടിരിക്കാനാണ്, പ്ലംപി ആയിട്ടിരിക്കാനാണ് ചുണ്ട്, ഇങ്ങനെ പ്ലം 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 എന്നിരിക്കാനാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, എന്നിട്ട് ചോജോ ഒരുപാട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങി വരുന്നത്, കാരണം കീസിങ് സീനാണേ. അങ്ങനെ ചോജോ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു മാലാഖയെ പോലെയുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും ചോജോനെ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒരു ഡമ്മി പീസിനെ പോലെയാണ് കാണുന്നത്, അതായത് ഡ്യൂപ്പ് അഭിനയിക്കാൻ വന്ന അങ്ങനെ ആരോ ആയിട്ടാണ് കാണുന്നത്, അത്ര പോലും വില കൊടുക്കുന്നില്ല. അപ്പോൾ ഇനോജിനും സിക്കഡായും ഒക്കെ വന്ന് പറയുന്നുണ്ട്, അതായത് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ എന്താണ് നിൻ്റെ ചുണ്ടിൽ ഇത്ര ഓവറായിട്ട് മേക്കപ്പ് ഇട്ടേക്കണമെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇത് ആവശ്യമാണ്, നിങ്ങൾക്ക് അറിയത്തില്ല എന്ന്. അപ്പോഴത്തേക്കും അവിടേക്ക് നമ്മളുടെ ടൊമറോ വരെയാണ്. ടൊമറോ പറയണം, ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കിസ്സിങ് സീൻ ആയിരിക്കും, നിൻ്റെ ലിപ്സ് കണ്ടാലറിയാം ജ്യൂസി ആയിട്ട് സൂപ്പറായിട്ടിരിക്കുന്ന എന്ന രീതിയിൽ പറയാണ്. അതെ 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 എന്ന് പറഞ്ഞാൽ ചോജോ നിർത്തുന്നില്ല, കുറേ അധികം ലിപ്സ്റ്റിക്ക് ഇനിയും വാരി തേക്കാണ്. അപ്പോൾ ക്യാമറാമാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ, ഡയറക്ടറൊക്കെ നോക്കുമ്പോൾ, ഇതെന്താണിത്, ഇത് ഓവറായിട്ടുണ്ടല്ലോ, ഈ കൊച്ചിൻ്റെ ചുണ്ടിലേക്കാണല്ലോ ഫുൾ ഫോക്കസ് പോകുന്നത്. അങ്ങനെയൊന്നുമല്ല, ഇതൊരു അൺഎക്സ്പെക്റ്റഡ് കിസ്സിങ് സീനാണ്. അപ്പോഴത്തേക്കും അത് എന്താണ്, ആ ഒരു സംഭവത്തിൽ വരണം, ഇത് എക്സ്പെക്ട് ചെയ്ത് വന്നേക്കുന്ന മാതിരിയാണ്, അതുകൊണ്ട് അതങ്ങ് മായ്ച്ചു കളയാന്ന് പറയണം. അങ്ങനെ ചോജോനെ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെന്നിട്ട് അതങ്ങ് മായ്ച്ചു കളയാണ്. എന്നിട്ട് ആ ഒരു സീൻ അങ്ങോട്ട് എടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ എടുക്കാനായിട്ട് പോകുമ്പോഴാണ് ഇവിടെ നമ്മുടെ ചോജോ അതുപോലെ തന്നെ ടൊമറോ ഒക്കെ നല്ല രീതിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഡയറക്ടറും അതുപോലെ തന്നെ ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അത്ര താല്പര്യമില്ലെന്ന് തോന്നുന്നു അവർക്ക് ഈ ഒരു സീൻ എടുക്കാനായിട്ട്. എന്തായാലും ടൊമറോ ചോജോനെ അടുത്തേക്ക് പിടിക്കുകയാണ്. അങ്ങനെ അടുത്തേക്ക് പിടിച്ചിട്ട് ടൊമറോ ആണെങ്കിൽ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. ചോജോ ചെറിയായിട്ടൊരു ഉണ്ടായിരുന്നു, കാരണം ആ ലിപ്സ്റ്റിക്ക് പോയതില്ല, എന്നാലും ഭയങ്കരമായിട്ട് ആ ഒരു സീനിലേക്ക് വരികയാണ്, ഭയങ്കര ബ്ലഷ് ആവുകയാണ്. അപ്പോഴാണ് ഇനോജിൻ അവിടെ സംസാരിക്കുന്നത്, ഇങ്ങനൊരു സീനിൻ്റെ ആവശ്യമുണ്ടോ, ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് കേട്ട് ഡയറക്ടർ ഉടനെ കട്ട്, ഒന്നുമില്ല, ഈ ഒരു സീൻ ഞങ്ങൾ ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാണ്, ഈ ഒരു സീൻ ഇനി തൊട്ട് ഈ മൂവിയിലില്ല, അതുകൊണ്ട് ചോജോയ്ക്ക് പോവാം എന്ന രീതിയിൽ പറയാണ്. അപ്പോഴത്തേക്കും ഇനോജിനോട് പോയിട്ട് നന്ദിയും പറയുന്നുണ്ട്, ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് ചെയ്യണമെന്ന്, നിന്നെ പോലൊരു ബുദ്ധിരാക്ഷസനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് പറയണം. അപ്പോൾ ചോജോ, നിങ്ങൾക്കുമൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല, മണിക്കുട്ടി ഓട്ടിക്കൊണ്ടേയിരിക്കുന്നു കേട്ടോ, ഇനോജിനെ നിന്നെ അറിയുമെന്ന് പറയണം. ടൊമറോ പറയണേ, ലാസ്റ്റെങ്കിലും ഇതുപോലൊരു സീൻ ആഡ് ചെയ്തേക്കണേ എന്ന് പറയണം. അപ്പോൾ ശ്രമിക്കാം, ഒരു ഫൈറ്റ് സീനെങ്കിലും ഉണ്ടാവണേ എന്ന് പറയുമ്പോൾ അതും ശ്രമിക്കാം എന്ന രീതിയിൽ ആര് പറയണം, ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ പറയണം. ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആ ഡയറക്ടർ പറയുന്നുണ്ട്, അതായത് നമ്മളെ ടൊമറോ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു സീൻ ഇവിടെ വെക്കണമെന്ന് വന്നത്, അല്ലാതെ ഈ ഒരു സീൻ അവർക്ക് വെക്കാനായിട്ട് ഒരു താല്പര്യമില്ല. ചോജോ ആണെങ്കിൽ ഭയങ്കര ഫ്യൂരിയസ് ആവാണ്, നീ എന്താ ചെയ്തത്, ഇത്രയും വന്നില്ല, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നിനക്ക് എന്താ വേണ്ടത്, നിനക്ക് ചൊറിയുന്നുണ്ടോ, നീ ചൊറിയിടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഞാനായിരുന്നു പറഞ്ഞത്, ഇപ്പം ഞാനല്ല പറഞ്ഞത് എന്ന് പറയണം. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് കൊനോഹമാറുവിനെ മോഗിനെയാണ്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് ആ ഒരു സീനിലേക്ക്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഫുട് പ്രിൻറ്റ്സ് കിട്ടുകയാണ്, കാൽപാദങ്ങൾ. അങ്ങനെ നമ്മളുടെ കൊനോഹമാർ പറയണം, ഈ ഒരു ഫുട് പ്രിൻറ്റ്സ് വെച്ച് നോക്കിയാൽ അറിയാം ഇത് ഒരു മെന്നാണ്. അപ്പം ഇത് കാണുമ്പോഴേ, ആ കൈയുടെ വലുപ്പം കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് നന്നായിട്ട് ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം കറക്റ്റ് കണ്ടില്ലേ, എസ്കേപ്പ് ചെയ്ത് പോകാനായിട്ട് ഈ ഒരു വോള് പൊളിച്ചാൽ അതിലേ പോകാമെന്ന് അയാൾക്ക് അറിയായിരുന്നു. നോക്ക്, കറക്റ്റ് അയാൾ പോയി, അതും ബാക്കിൽ കൂടെ. ഇതിലേ പോയാൽ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടൂലെന്നും അതുകൊണ്ട് തന്നെ പിടിക്കാൻ പറ്റൂലെന്നും അവിടെ ഒരു ഫോഴ്സ് കുറവാണെന്നും അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ട് പോയി. അതുമാത്രമല്ല, ഈ ഒരു ബിൽഡിങ്ങിൽ ഏറ്റവും വീക്കായിട്ടുള്ള വോളാണത്. അപ്പോൾ അതൊക്കെ കറക്റ്റ് മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ അയാളൊരു കില്ലാടിയാണ്, നല്ല രീതിയിൽ ഇവിടെ അറിയുന്ന ഒരാളാണ്. മോഗിയും അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ബോറോട്ടോസ് മാഗിനെയാണ്. ബോറോട്ടോ ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് കാവലിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ അഷിന, ടോമറു, നമ്മളുടെ ചോജോ, സറാഡ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ട് നമ്മളുടെ അഷിന പറയുന്നുണ്ട്, എടാ നീ ഡയലോഗ് ഡെലിവറി അത്ര നല്ലതല്ല, നീ കുറച്ചുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് ചെയ്യണേ എന്ന് പറയണം. ഓ അതെൻ്റെ കാര്യമല്ലേ, ഞാൻ ഇനി ശരിയാക്കിക്കോളാം എന്ന രീതിയിൽ ടോമർ പറയുന്നുണ്ട്. അപ്പോൾ സറാഡയും മുമ്പേ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫീല്, നമ്മൾ ഓരോ ഡയലോഗ് പറയുമ്പോഴും ഓരോ ഫീലുണ്ട്. എന്ന് പറയുന്ന ഫീലില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ആ ഒരു ഇത് കൊണ്ടുവരില്ല, മോഡുലേഷൻ കൊണ്ടുവരാൻ തന്നെ ടോമർ എപ്പോഴും ഒരു സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സെൻറ്റി അടിക്കുന്ന സ്ഥലത്തും സ്വീറ്റായിട്ട് ഇപ്പോഴും അതേപോലെയാണ്. ഇപ്പോൾ അടുത്ത ഷൂട്ടിങ് പോകുമ്പോഴും അതേപോലെ തന്നെയാണ് ആര് ചെയ്യുന്നത്, ടോമർ ചെയ്യുന്നത്. പക്ഷേ അശ്വിനാണെങ്കിൽ സൂപ്പർ ആക്ടിങ്. ഇത് കണ്ടിട്ട് നമ്മളുടെ സറാഡ വരെ പറയുന്നുണ്ട്, ഷോ എന്നാ ആക്ടിങ് ആണ് അശ്വിൻ, അയ്യോ ഇത് കണ്ടാൽ തന്നെ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും, അത് കാണാൻ തന്നെ ഭയങ്കര പ്രറ്റി ആയിട്ടുണ്ടെന്ന്. ചോജോയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നേ ഇല്ല. ടോമറും ആണ് നന്നായിട്ട് ചെയ്യുന്നതെന്നാണ് ചോജോ പറയുന്നത്. അങ്ങനെയല്ല, നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും അശ്വിനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം അശ്വിനയും ടോമറും തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടാവുന്നുണ്ട്. അതായത് അശ്വിന ഇനിയിപ്പോൾ ഞാൻ നിൻ്റെ കൂടെ അഭിനയിക്കത്തില്ല, ഞാൻ പ്രൊഡക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യാൻ പോവുകയാണ്, കാരണം എനിക്ക് താല്പര്യമില്ല, നീ എന്താ കാണിക്കുന്നേ, എനിക്ക് സമയമില്ല. അശ്വിന പറയാണ്, ഞാൻ നിനക്ക് സജസ്റ്റ് ചെയ്യാണ്, നിനക്ക് ഡയലോഗ് ഡെലിവറി പറ്റുന്നില്ലെങ്കിൽ നല്ലോണം ചെയ്യുക, ഇല്ലെങ്കിൽ ഡബ് ചെയ്യുമ്പോഴെങ്കിലും ആൾക്കാർക്ക് കറക്റ്റായിട്ട് ചെയ്യണ്ടേ എന്ന രീതിയിൽ പറയാണ്. അതിന് ശേഷം ഒന്നും കൂടെ റീടേക്ക് എടുക്കുന്നുണ്ട്. ഇത് ടോമർ പറഞ്ഞിട്ടാണ് റീടേക്ക് എടുക്കുന്നത്. പിന്നെയും അവൻ അതേ സാധനം, അങ്ങനെ ഒരു 10-12 ടേക്ക് ഇപ്പോഴും തന്നെ പോകുന്നുണ്ട്, എന്നിട്ടും ശരിയാവുന്നില്ല. അശ്വിന മടുത്തു എന്ന് തന്നെ പറയാം. അപ്പം ടോമർ ആണെങ്കിൽ പറയണം, നീ പറയാനുള്ളത് പോയി പറ മോളെ, എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്, ഓവർ ഷോ ഇറക്കല്ലേ എന്ന രീതിയിലൊക്കെ പറയാണ്. അപ്പോൾ അശ്വിന പോയിട്ട് നേരെ ഡയറക്ടറോട് പറയാണ്, ഞാൻ ഇനി ഇതിൽ നിൽക്കുന്നില്ല, ഡയറക്ടറിന് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ടോമർ ഉള്ളതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മളുടെ സറാഡയും ബൊറൂട്ടോ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ പോകുന്നത്, അശ്വിന നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ അവർ ഇനി അതിൽ പോകുന്നില്ല, ഞാൻ റെഫ്യൂസ് ചെയ്യാണ് പറഞ്ഞാൽ എന്താ ശരിയാവുക, അത് ശരിയാവില്ലല്ലോ, ഇനി ഒരു സീനും കൂടെ ഉള്ളു, അതെങ്കിലും ഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് വേണേ നിൽക്കാം എന്ന രീതിയിൽ പറയുന്നത്, തട്ടി കൂട്ടി തീർക്കാവുന്ന രീതിയിലാണ് അശ്വിന നിൽക്കുന്നത്. ഈ ടൊമറൂൻ്റെ കൂടെ ഒട്ടും പറ്റത്തില്ല, ആ ഒരു രീതിയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കൊണ്ടുവരാണ്, അതൊക്കെ കഴിക്കുകയാണ്. നമ്മളുടെ ടൊമറൂന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളുടെ ചോച്ചോക്ക് കഴിക്കണം എന്നുണ്ട്, പക്ഷേ കഴിക്കാതെ കുറച്ച് നേരം നിൽക്കുകയാണ്. അപ്പോൾ സറാഡ പറയണം, നീ കഴിക്കാതിരിക്കുന്നത് എന്താ? അപ്പോഴത്തേക്കും ബോറോട്ട് ചോദിക്കണം, ശരിയാണല്ലോ, നിൻ്റെ വയറ്റിൽ കൊക്കോപ്പുഴയെല്ലാം ചത്തുപോയോ, നീ എന്താ വരേണ്ട മരുന്ന് കഴിച്ചോ, എന്താ പറ്റിയെന്ന രീതിയിൽ. അപ്പോൾ ഇനോച്ചിൻ്റെയും ഷിക്കഡായും ഒക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, ചോജോ ഇങ്ങനെ അല്ലല്ലോ. അങ്ങനെ ലാസ്റ്റ് കൊതി മൂത്ത് നമ്മളുടെ ചോജോ എന്ത് ചെയ്യണം, ആ ലാസ്റ്റ് പീസ് ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് കഴിക്കുമ്പോൾ അത് നമ്മളുടെ സ്വീറ്റ് ബണ്ണായിരുന്നു. അങ്ങനെ അത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ടോമർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ചോജോ കഴിക്കുന്ന കണ്ടിട്ട്, നീ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എന്തും ഭംഗിയാ എന്ന് പറഞ്ഞിട്ട് അവളുടെ വായിലിരിക്കുന്ന കുറച്ച് എടുത്തിട്ട് അവൻ്റെ വയലിൽ വെക്കണം. അങ്ങനെ എന്ത് ചെയ്യണം, അങ്ങനെ നമ്മളുടെ ചോജോ അത് കണ്ടിട്ട് അവിടെ ബോധം കെട്ട് വീഴുന്ന മാതിരി പോവാണ്. അങ്ങനെ നമ്മൾ ടോമർ പറയണം, ഇനിയും ഇതുപോലെ ഇത്രയും സ്വീറ്റ് ഇതിനുണ്ടായിരുന്നു, ഇത് ഇത്രയും സ്വീറ്റ് അല്ലായിരുന്നല്ലോ, ഒരു പക്ഷേ നിൻ്റെ അടുത്ത് നിന്ന് എടുത്തതുകൊണ്ടായിരിക്കും അല്ലേ എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു മൂവി സീൻ തന്നെ അവനവിടെ കൊണ്ടുപോയി അഭിനയിച്ച് തകർത്ത് ഫ്ലോഡ് ചെയ്ത് നശിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോറോട്ട് പറയണം, ഇവരെന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഈ ചോജയ്ക്ക് എന്താ പനിയുണ്ട്, ഇവളെന്താ ചുമന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിറ്റ്സുക്കി പറയണം, മനുഷ്യരെപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആകുന്ന രീതിയിൽ. അതിനുശേഷം മോഗിനെയും അതുപോലെ തന്നെ നമ്മളുടെ കൊനോഹമാറിനെയും കാണിക്കുകയാണ്. അവർ പോയ ആ ഒരു വഴി നോക്കുകയാണ്. അതായത് ഇവിടെ വന്ന ആ ഒരു ആള്, അതൊരു കില്ലർ ആയിക്കോട്ടെ, ഒരു സസ്പെക്റ്റ് ആയിക്കോട്ടെ, ആരായാലും പോയ വഴി നോക്കുകയാണ്. അപ്പോൾ അവിടെ ഫുൾ ഫുട് പ്രിൻറ്റ്സ് ഉണ്ട്, അത് കാൽപാദങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് അത് വെച്ചിട്ട് ഫോളോ ചെയ്ത ഒരു സ്ഥലത്തേക്ക് അവർ എത്തിച്ചെന്നേക്കാണ്. അപ്പോൾ ഇനി കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ വലിയ എവിഡൻസ് ആണ്. അപ്പോൾ ഇയാളെങ്ങനെ, അപ്പോൾ ഇയാളെ കൊല്ലാനായിട്ടൊന്നും വന്നില്ല, വേറെന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്ന രീതിയിൽ കൊനോഹമാറിനും മോഗിയെ മനസ്സിലാവണം. കൊല്ലാൻ വന്ന ആളാണെങ്കിൽ ഇത്രയും എവിഡൻസ് ഇവിടെ വിട്ടിട്ട് പോവോ, അപ്പോൾ എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം എന്ന രീതിയിൽ അവർ ചിന്തിക്കുകയാണ്. അത് ആരായിരിക്കും, നല്ല രീതിയിൽ അറിയുന്ന ഒരാളായിരിക്കുമല്ലോ എന്നൊക്കെ പറയണം. അതിനുശേഷം കാണിക്കുന്നത് ഇവിടെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട് ടൊമറൂനെയും അതുപോലെ തന്നെ അശ്വിനെയും കാണാനായിട്ട്. അങ്ങനെ ടൊമറും അശ്വിനെയും അങ്ങോട്ട് വരികയാണ്. ആൾക്കാരെല്ലാം ഗ്രേറ്റൊക്കെ ചവിട്ടി പൊളിച്ച് കയറാൻ നോക്കുകയാണ്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ നമ്മളുടെ ഇനോജനൊക്കെ തോന്നുന്നത് അവൻ്റെ ഫാൻസ് ആണെന്ന രീതിയിലാണ്. പക്ഷേ എല്ലാവരും കൂടെ ഗേറ്റ് പൊളിച്ച ഒരു സമയമാകുമ്പോൾ അകത്തേക്ക് കയറാണ്. അപ്പോഴത്തേക്കും ടൊമറൂനും അശ്വിനയ്ക്കും സേഫ് അല്ല, ഇവിടെ അശ്വിന വന്നിട്ടില്ല. അപ്പോൾ ടൊമറു മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ടൊമറൂനെ എങ്ങനെയെങ്കിലും സേഫ് ആക്കണം, അത് നമ്മളുടെ ഷിക്കഡായി പറയുന്നുണ്ട്. ആരാ ടൊമറൂനെ സേഫ് ആക്കാൻ നോക്കിയാൽ ചോജോ ഓൾറെഡി വിളിച്ചിട്ട് ഓടിക്കഴിഞ്ഞു. അങ്ങനെ ചോജോ ഓടി ഒരു സ്ഥലത്ത് ഇടവഴിയിൽ കയറണം. ഇടവഴി എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ 2 റൂട്ടാണ്. അപ്പോൾ വേറൊരു റൂട്ടിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു പഴയ അലമാര ഇരിക്കുകയാണ്. അത് ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗേൾസ് എല്ലാം മറ്റേ വഴി പോവുകയാണ്. ആ ഒരു സമയത്ത് ചോജോ പറയണ, രക്ഷപ്പെട്ടു, ഇനി പുറത്ത് പോകാമെന്ന രീതിയിൽ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ടൊമർ പറയണ, രക്ഷപ്പെട്ടു, പക്ഷെ ഞാനൊരു സുന്ദരിയുടെ അടുത്ത് പെട്ടുപോയല്ലോ, ഇനി എന്താ ചെയ്യുക, ഇത്രയും അടുത്ത് ഞാൻ വന്നോ എന്ന രീതിയിൽ. ചോജോ ആണെങ്കിൽ ഇവൻ്റെ സംസാരം കേട്ടും
പെട്ടുപോവാണ്, അത്ര അടുത്ത് കണ്ടും പെട്ടുപോവാണ്. അങ്ങനെ പിന്നെയും അവർക്ക് ആ ഒരു സീൻ അവിടെ റിയലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. അതായത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കിസിങ് സീൻ ഇങ്ങനെ കൊണ്ടുവരികയാണ്. വരുന്ന അടുത്തെത്തി ഇങ്ങനെ ക്ലോസ് ചെയ്തൊക്കെ വരുമ്പോഴാണ് ആരോ വന്ന് ചടപ്പേ എന്നൊക്കെ പറഞ്ഞാൽ ഡോർ അങ്ങ് തുറക്കും. അപ്പോഴത്തേക്കും സറാഡയാണ് തുറക്കുന്നത്. സറാഡ ഇത് കണ്ടിട്ട് എന്താ നിങ്ങളിവിടെ കാണിക്കുന്നത്, ഡോർ വിളിക്കുന്നത് നിങ്ങളെ, വാ 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 എന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ ചോജു പറയണ അല്ല അങ്ങനെയല്ല ടൊമറു പോയോ, ഇത് നിങ്ങൾക്കും മകം കോട്ടീശ്വരൻ, നീ എന്താണ് സറാഡ കാണിക്കുന്നത്. സറാഡയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതാവാണ്. കാരണം ചോജു ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. നീ എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ലെന്നൊക്കെയാണ് ചോജു പറയുന്നത്. നീ നിൻ്റെ സ്ക്രിപ്റ്റിൽ നിന്നും നിൻ്റെ ഡ്യൂട്ടിയിൽ നിന്നും നമ്മൾ വന്ന മിഷനിൽ നിന്നും ഒക്കെ വിട്ട് പോവുകയാണ് ചോജോ. നീ ഇങ്ങനൊന്നും അല്ലായിരുന്നു ചോജോ. നീയായിട്ട് നിൽക്കണം. നീയായിട്ട് നിന്നിട്ട് അവന് ഇഷ്ടപ്പെട്ട നീ ഒന്നും പറയത്തില്ല. പക്ഷേ ഇത് നീ ഫേക്കായിട്ടാണ് നിൽക്കുന്നത്. നീ അല്ല ഇത്. നീ നിൻ്റെ ക്യാരക്ടറിലേക്ക് നീ ആയിട്ട് വാ. നീ നല്ല സുന്ദരിയാണ്, നീ നല്ല ക്യാരക്ടറുള്ള കൊച്ചാണ് എന്ന രീതി പറയുമ്പോൾ എനിക്കറിയണ്ട, എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടം, എനിക്ക് പഴയത് ഇഷ്ടമല്ല എന്ന രീതിയിൽ ചോജു പറയാണ്. അപ്പോഴത്തേക്കും സറാഡ പറയണ നീ മനസ്സിലാക്കുക, നീ ഒന്ന് മനസ്സിലായെങ്കിലും പേരെ മാറാം. ഇവിടെ വന്ന മിഷനെങ്കിലും നീ ഓർക്ക്. അപ്പോൾ ഞാൻ മിഷനൊന്നും വിട്ടിട്ട് പോയിട്ടില്ല, ഞാൻ ചെയ്യുന്നത് എൻ്റെ മിഷൻ തന്നെയാണെന്ന് പറയണം. അപ്പോൾ ടൊമറു നമ്മളുടെ ചോജുവിനെ ഒരു മുറിക്കകത്തേക്ക് വിളിക്കുകയാണ്. അതൊരു ഡ്രസ്സിങ് റൂമാണ്. അപ്പോൾ അവിടേക്ക് ചോജു വരുമ്പോൾ അവൾക്ക് ഒരു ഇത് കാണിച്ചു കൊടുക്കുകയാണ്. അത് ഇനിയിപ്പോൾ ഇടാനുള്ള ഡ്രസ്സാണ്. അങ്ങനെ അത് ഇട്ടിട്ട് വരാൻ പറയണം. അതൊരു പിങ്ക് ഗൗണാണ്. അതെടുത്തിടുമ്പോൾ സ്ക്രിപ്റ്റ് എടുത്ത് കൊടുത്തിട്ട് ഇത് നീ ഒന്ന് വായിച്ചെന്ന് നോക്കട്ടെ, നിന്നെ കൊണ്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് ആ സീൻ വായിക്കാൻ പറ്റുമെന്ന് എന്ന് നമ്മളുടെ ടൊമറു പറയണം. അപ്പോൾ ചോജു ആണെങ്കിൽ ഞാൻ വായിക്കാം എന്ന രീതിയിൽ അവളെടുത്ത് നോക്കുകയാണ്. അതൊരു കിസിങ് സീനാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആലോചിക്കുക. അപ്പോൾ ടൊമറു ആണെങ്കിൽ പിന്നെയും റൊമാൻറ്റിക് ആയിട്ട് നീ എൻ്റേതാണ്, എൻ്റെ മാത്രമാണ്, അങ്ങനെയാണ് എങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയട്ടെ. എന്ത് വരാണ് അടുത്തടുത്ത് വരാണ്. ചോജോക്ക് ഇത് വായിക്കും തോന്നും. അങ്ങനെ ഞാൻ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് കൂടെ ടൊമറു ചോദിക്കുന്നുണ്ട്. നീ പറയുന്നതെല്ലാം ശരിയാണ് എന്ന രീതിയിൽ ചോദിച്ചു പറയാണ്. ഇതുവരെ എല്ലാം ശരിയാണ്, ബാക്കി എന്ന രീതിയിൽ പറയുമ്പോൾ ബാക്കി എത്തിക്കൂടെ ക്ലോസ് ആയിട്ട് വന്നിട്ട് വേണ്ടേ പറയാനെന്ന രീതിയിൽ ടൊമറു പിന്നെയും ക്ലോസ് ആയിട്ട് പറയുകയാണ്. ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പിന്നെയും ചോദിക്കുകയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്യണം, അങ്ങനെ നമ്മളുടെ ടൊമറുൻ്റെ കണ്ണൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നക്ഷത്രങ്ങൾ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ചോദിച്ചൂടെ ഇങ്ങനെ മുട്ട് കുത്തിയിരുന്ന വലിയ മാരമി എന്ന രീതിയിലൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാണ്, പ്രപ്പോസ് ചെയ്യുന്നത് പോലെയൊക്കെ പോവാണ്. അപ്പോൾ ചോദിച്ചൊക്കെ ഭയങ്കര പീക്കിൽ പോവാണ് ഫീലിങ്സ്. അത് ഏതൊരു ഗേളായാലും ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ അതിനെ ഒട്ടും പരിചയമില്ലാത്ത ആളായാലും ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോഴും ആ റിങ്ങൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചോദിച്ചൊക്കെ ക്രഷ് കൂടെ ഉള്ളതുകൊണ്ട് പെട്ട് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു ആണെങ്കിൽ ഭയങ്കര ഇതായിട്ട് വരികയാണ്. ഇനി അടുത്തതായിട്ട് എനിക്ക് നിന്നെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് പഴയതുപോലെ ആ ഒരു സീൻ പിന്നെയും കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ്. ഇത് കാണുമ്പം അപ്പോഴത്തേക്കും നമ്മളുടെ ചോദിച്ചാണെങ്കിൽ അവനെങ്ങനെ നോക്കി ഇപ്പം നടക്കും, ഇപ്പം ഇനി ഒരു തടസ്സമില്ല, ഇപ്പോഴെങ്കിലും എനിക്ക് ചെയ്യാമല്ലോ, അത് ചെയ്യാമല്ലോ എൻ്റെ ആഗ്രഹം എന്ന രീതിയിൽ ചോദിച്ചു പറയാണ്. അങ്ങനെ ചോദിച്ചു മനസ്സിൽ വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ അടുത്ത് വരും. മൂന്നാക്കുമ്പോഴത്തേക്കും എന്തു വെച്ചാണ് നമ്മളുടെ മിറ്റ്സുകി വന്ന് ഡോർ തുറക്കാണ്. എന്താണ് ചോദിച്ചോ, ചോദിച്ചോ നിന്നോട് വിളിക്കുന്ന, വാ ചോദിച്ചോ പോവാന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചോദിച്ചോ നിങ്ങൾക്ക് മകൻ കോടീശ്വരൻ, നിനക്ക് എന്തിനാണ്, നിനക്കും ചൊറിയുന്ന നിന്നെ ഞാൻ എടുത്തിട്ട് ആട്ടിക്കും എന്ന രീതിയിൽ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം. അപ്പോൾ മിറ്റ്സുകി എടുത്ത് ഷൗട്ട് ചെയ്യുന്നത് കേട്ടിട്ട് എന്ത് ചെയ്യാണ്, ബാക്കിയുള്ളവരെല്ലാവരും അങ്ങോട്ട് വരാണ്. അപ്പോൾ അശ്വിന വരുമ്പോൾ മറുപടി കാര്യം നമുക്ക് ദേഷ്യം വരുന്നത് ചോജോനെ കാണുമ്പോഴാണ്. കാരണം അശ്വിനയുടെ അളവിന് തയ്ച്ച ഡ്രസ്സാണ് ഇപ്പോൾ ചോജോ ഇട്ടേക്കുന്നത്. അപ്പോൾ അശ്വിനെയാണ് അടുത്ത സീനിന് വേണ്ടിയിട്ട് അതിന് അഭിനയിക്കാൻ നിൽക്കേണ്ടത്. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞതുമാണ്. പിന്നെ നീ എന്തിനാ ഈ ചോജോക്ക് ഈ ഡ്രസ്സ് എടുത്ത് കൊടുത്തത്, അവൾ ഈ സീൻ അഭിനയിക്കുന്നില്ലല്ലോ എന്ന രീതിയിൽ നമ്മളെ ടൊമറൂനോട് പറയണം. അവൾ അഭിനയിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു, നിന്നെക്കാളും നന്നായിട്ട് അവൾ അഭിനയിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയണം. അവൾ അഭിനയിക്കുന്നതല്ല, നീ അവളെ മയക്കെടുത്തതല്ലേ എന്ന രീതിയിലൊക്കെ അശ്വിന സംസാരിക്കുകയാണ്. അതേസമയം ഇവിടെ പുറത്ത് ഭയങ്കര വഴക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവരകത്ത് കയറി ഇവർ രണ്ടുപേരും കൂടെ ഡോർ അടച്ചതും ചോദിച്ചു ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ്. നീ കാരണമാണ് ആ സീൻ നശിപ്പിച്ചത്, ഇല്ലാന്നെങ്കിൽ ഞങ്ങളിപ്പോൾ അതിനകത്തിരുന്നാണ്, നീ എന്താ കാണിച്ചത്, നിനക്ക് എന്താ കുഴപ്പം, നിങ്ങളൊക്കെ എന്തിനാണ് എൻ്റെ കൂടെ വന്നത്, എനിക്കിതാണ് ഇഷ്ടം, എനിക്ക് മിഷനൊന്നും ചെയ്യേണ്ട, എനിക്ക് ഒരു നിഞ്ചയൊന്നും ആവണ്ട, എനിക്ക് ആക്ടിങ് ചെയ്തൊക്കെയാണ് ഇഷ്ടം, എൻ്റെ ആ ഒരു എയിം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു, എൻ്റെ എയിം നമ്മളുടെ ടൊമറു ആണെന്ന രീതിയിൽ പറയണം. അങ്ങനെ ടൊമറുവിനെയും അശ്വിനെയും കാണിക്കുകയാണ്. അശ്വിനെ പറയണം, നീ എപ്പോഴും ഇതുപോലുള്ള പെമ്പിള്ളാരുടെ പിറകെ നടക്കുന്നില്ല, സ്കെൽറ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പെമ്പിള്ളാരുടെ പിറകിൽ നടക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മളുടെ ടൊമറു പറഞ്ഞാൽ അതെ. അപ്പോൾ നമ്മളുടെ അശ്വിനെ പറയണം അത് തന്നെ തെറ്റ്. കാരണം പെമ്പിള്ളാർ എപ്പോഴും പെർഫെക്റ്റ് ആണ്, അവർ എപ്പോഴും ഹെൽത്തി അതേപോലെ പെർഫെക്റ്റ് ആണ്. നീ എന്താ പറയുന്നത്, എനിക്ക് ഡയലോഗ് ഡെലിവറിയിലൊക്കെ നീ ഭയങ്കരമായിട്ട് എന്താണ് സൗന്ദര്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് മനസ്സിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താ കാണിക്കുന്നത്, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ കാണിക്കുന്നത്, അതൊക്കെ അല്ല, നീ എന്തിനാ ഡ്രസ്സ് എടുത്ത് കൊടുത്തേ, അവൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് എൻ്റെ ഡ്രസ്സല്ലേ എന്ന് പറയണം. ഇതൊരു സിറ്റുവേഷൻ ഇങ്ങനെ വേണോ കാണിക്കാൻ, അങ്ങനെ ഇങ്ങനെയും പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അപ്പോഴത്തേക്കും നമ്മൾ ടൊമറോനോട് പറയുന്നത് ഇതുപോലെ കുറേ പേരുടെ പിറകെ നടന്നിട്ടില്ലേ എന്ന്. അപ്പോൾ ടൊമറോ പറയുന്നത് ഉണ്ട്, പക്ഷേ ഇതെന്തോ ഡിഫറൻ്റ് ആണ്, അവൾ നല്ല പെങ്കൊച്ചാണ്, ഷൈ ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള ഭാവമായിട്ടുള്ള ഒരു പെങ്കൊച്ചാണ് എന്ന രീതിയിൽ പറയണം. അപ്പം നമ്മൾ അശ്വിനെ പറയണം അതൊന്നും എനിക്കറിയണ്ട, പക്ഷേ അവൾ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെന്ന്. അതായത് ബോഡി ഷെയ്മിങ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ജോജോ എത്തി ഗുണ്ടുമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ടേ ഞാൻ മൈൻഡ് പോലും ചെയ്തില്ലായിരുന്നു എന്ന രീതിയിൽ. അതാണ് മോനെ നീ ഇങ്ങനെയുള്ള പെമ്പിള്ളേരുടെ പിറകെ നടക്കത്തുള്ളൂ എന്ന് അശ്വിനെ പറയാണ്. അതായത് അശ്വിനെ പറയുന്നത് ഇവൻ്റെ കോൺസെപ്റ്റേ തെറ്റാണ്. അശ്വിനേക്ക് ടൊമറുവിനെ കണ്ടുകൂടാ. അവർ രണ്ടുപേരും തമ്മിലുള്ള ക്യാരക്ടറിൻ്റെ ഡിഫറൻസ് നമുക്കിവിടെ പച്ചക്ക് എഴുതി കാണിക്കുകയാണ്. അതേസമയം ഇവിടെ ജോജോ ആണെങ്കിൽ മിത്സുകിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ഇടിക്കാൻ ായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് വരുന്ന ഇനോജിനായിക്കോട്ടെ, ഷിക്കഡ ആയിക്കോട്ടെ, ബൊറൂട്ടോ ആയിക്കോട്ടെ, സറാഡ ആയിക്കോട്ടെ പറയുന്നുണ്ട് ഒന്ന് അടങ്ങ് ജോജോ, നീ എന്താ കാണിക്കുന്നത്, നീ നമ്മളെ മിഷന് വന്നതല്ലേ, നീ അത് മനസ്സിലാക്കാത്ത എന്താണെന്ന് ഇനോജിൻ പറയുമ്പോൾ മിത്സുക്കി പറയണം അതെ ഞങ്ങളുടെ മിഷൻ്റെ ബാക്കി കമ്പോസ് ചെയ്യാനായിട്ടാണ് നിന്നെ വിളിച്ചത്. അതായത് മിഷൻ്റെ ബാക്കി ഇവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അതിനിടയിൽ നിന്നോട് ആരാ പറയണത് ഇതൊക്കെ അഭിനയിക്കാൻ പോകുന്നത്, അയാളെ ഹെൽപ്പ് ചെയ്യാമെന്നൊരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, നീ പറയുന്നിടത്തൊന്നും ഞാനാണ് പുറകെ പോയെന്ന രീതിയിലൊക്കെ ചോദിച്ചു പറയണം. എനിക്ക് കിട്ടിയ എല്ലാ അവസരവും നിങ്ങളാണ് പഴയ കളഞ്ഞ്, ഇന്ന് തൊട്ട് എനിക്ക് നിഞ്ചയാവണം, ഞാൻ ഒരു മിഷനും വരുന്നില്ല, എനിക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല, എനിക്കിതൊന്നും അല്ല എൻ്റെ താല്പര്യം, എൻ്റെ എയിം തന്നെ ടൊമറുവാണ് എന്ന രീതിയിൽ പറഞ്ഞ് ഭയങ്കര ദേഷ്യമാവാണ്. അതേസമയം നമ്മളുടെ ഷിക്കഡായി എന്ത് ചെയ്യുന്നുണ്ട്, ഷാഡോ പാരലൈസ് ചോദിച്ചോടെ മണ്ടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷാഡോ പാരലൈസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ടൊമറുവിനെ അശ്വിനെ കാണിക്കുക. അശ്വിനെ പറയണം ഞാൻ പോവാണ്, എനിക്ക് ആ ഡ്രസ്സ് മര്യാദയ്ക്ക് വാങ്ങിച്ച് നല്ല വൃത്തിയാക്കി കൊണ്ട് തന്നേക്കണം എന്ന് പറയണം. അപ്പോൾ ടൊമറു പറയണം നീ എന്തോ കാണിയിട്ട്, നീ ആ സീനിൽ മാറാതിരിക്കുകയോ എന്തോ ചെയ്യുക, എന്തായാലും ലാസ്റ്റ് സീനും എൻ്റെ വെച്ച് തന്നെ ചെയ്തല്ലേ പറ്റൂ എന്ന രീതിയിൽ പറയണം. അപ്പോൾ അത് അശ്വിനിയുടെ അളവ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ടൊമറു പറയണം അവൾക്കും ചേരും ആ ഡ്രസ്സ്, അവൾക്കും ചെയ്യാം ആ ഡ്രസ്സ് ഇട്ടിട്ട് എന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേക്കും അശ്വിന പറയണം അവൾ ചെയ്യത്തില്ല എന്ന രീതിയിൽ പറയണം. കാരണം അശ്വിനയ്ക്ക് എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകണം, ആ ഒരു രീതിയിലാണ് അശ്വിന നിൽക്കുന്നത്. അതേസമയം ചോജോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യമാവാണ്. അത് ഈ ഷാഡോ പാരലൈസും കൂടെ ആവേണ്ട അവിടെ നിന്ന് കലിപ്പ് കയറാണ്. അങ്ങനെ ഇമോഷൻസ് പീക്കിപ്പോയി ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടുന്ന പോലെ ചോജോയ്ക്ക് തോന്നുകയാണ്. ഉടുപ്പിൻ്റെ ഓരോ സ്റ്റിച്ചുകളായിട്ട് ഇളകാൻ തുടങ്ങണം. ചോജോ തന്നെ പിടിച്ച് നിർത്താൻ നോക്കുന്നുണ്ട്. ഇനോജിനും ഷിക്കഡായും ബൊറൂട്ടോയും അതുപോലെ തന്നെ സറാഡയും മിത്സുക്കി വരെ പറയുന്നുണ്ട് ഒന്ന് നിർത്ത് നീ അങ്ങനെ ചെയ്യരുത് ഡ്രസ്സ് കയറുമെന്ന്. അതെ, ഡ്രസ്സിൻ്റെ ഗ്ലൗ ഉൾപ്പെടെ എല്ലാം കയറുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ ഡ്രസ്സ് മുഴുവനായിട്ടും എന്ത് ചെയ്യാണ് കീറി പോവാണ്. അതങ്ങനെ ആ പുതിയ ഡ്രസ്സ് പിങ്ക് ഡ്രസ്സ് അതും കസ്റ്റമൈസ് ചെയ്തിരുന്നുണ്ടെന്ന്. അത് കസ്റ്റമൈസ് എന്ന് പറഞ്ഞാൽ അശ്വിനിക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തെടുത്ത ആ ഡ്രസ്സ് കീറാണ്. പെട്ടെന്ന് സറാഡ ഒരു കോട്ട് എടുത്തിട്ട് അവളുടെ മണ്ടയ്ക്കൂടെ എറിയുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടതൊന്നും വിശ്വസിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് മിത്സുകിയും ബൊറൂട്ടോയും ഫ്രണ്ടിലൊക്കെ ആയിരുന്നു നിന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നടത്തുന്നത്, ഞങ്ങൾ എന്താ കണ്ടേ എന്ന രീതിയിലാണ് നമ്മളെ മിത്സുകിയും ബൊറൂട്ടോയും എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ബൊറൂട്ടോ ആണെങ്കിൽ ഇതൊക്കെ കാണേണ്ടി വന്നിട്ട് എന്ത് കേവലമാർക്ക് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സറാഡ പറയുന്നത് നീ ഇപ്പോൾ കാണിച്ചത് എന്താ, നീ ദേഷ്യത്തിൽ ആ ഉടുപ്പ് കീറി കളഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്ന രീതിയിൽ നിൽക്കുകയാണ്. അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഉടുപ്പ്, ആ റിങ് ആണെങ്കിൽ ഊരാൻ പോലും പറ്റാത്ത രീതിയിൽ ടൈറ്റായി, കാരണം പഴയ ഫോമിലേക്ക് വന്നുകൊണ്ട്. അപ്പോൾ അശ്വിനെ വന്നിട്ട് പറയണത് നീ എൻ്റെ അടുത്തോളം മനഃപൂർവ്വം ഇത് ചെയ്താൽ, എൻ്റെ അടുത്തോളം ദേഷ്യം കൊണ്ടും അസൂയ കൊണ്ടും അല്ലേ നീ ഇത് ചെയ്തേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജോജോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് ആരാണ് നീ ആരാണെന്ന രീതി ചോദിക്കുകയാണ്. ജോജോ എവിടെ, ഡ്രസ്സ് ഇട്ടിരുന്ന പെണ്ണെവിടെ, അവളിത് കീറി കളഞ്ഞിട്ട് പോയെന്ന് ചോദിക്കുകയാണ്. ജോജോ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അശ്വിനെ ആണെങ്കിൽ നീ എവിടെ വിളിക്കുക അവളെ, ആ ജോജോ എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ അവളെ വിളിക്കാൻ പറയണേ. ജോജോയ്ക്ക് ഭയങ്കര സങ്കടമാവാണ്, അശ്വിനയ്ക്ക് അവളെ മനസ്സിലായില്ലോ. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് ജോജോനെ കാണാൻ. ബൊറൂട്ടോനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാവാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്തെയാണ് ഭയങ്കരമായിട്ട് ഒരുമാതിരി ആവുകയാണ് ജോജോയുടെ കൂട്ടുകാർ. അപ്പോഴാണ് ടൊമറു അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് ഏത് കൊച്ചാ, ഈ കൊച്ചിനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ടൊമറു നല്ല രീതിയിൽ സംസാരിക്കുമെന്ന് വിചാരിച്ചാൽ ടൊമറു അടുത്തേക്ക് വരുമ്പോൾ ഈ മോതിരം കൈ കിടക്കുന്നുണ്ട്. നിൻ്റെ കയ്യിൽ എന്താ മോതിരം, ഇത് ഞാൻ കൊടുത്ത മോതിരമല്ലേ, നീ എന്തിനാ ഇതെടുത്തത്, മോടിച്ചെടുത്തിട്ടാണോ അതോ അത്രയ്ക്കും ആഗ്രഹം ഇനി ഫാനായിട്ട് എടുത്തിട്ടതാണോ എന്ന രീതിയിലേക്ക് ടൊമർ ചോദിക്കുകയാണ്. അശ്വിനെ പറയണേ എന്തിനായാലും മര്യാദയ്ക്ക് എനിക്ക് ഇപ്പോൾ ചോദിച്ചോനെ പിടിച്ചോണ്ട് വരണം, അപ്പോഴത്തേക്കും എനിക്ക് ഇതെടുക്കണം, വേറെ ഡ്രസ്സെങ്കിലും നിങ്ങൾ എനിക്ക് ചെയ്തു തരണം, പറഞ്ഞാൽ മനസ്സിലാക്കി ഇപ്പം ചെയ്തു തരാൻ പറ്റത്തില്ല, അതെന്തേലും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ സാറാടെ പറയുന്നത്. അപ്പോഴാണ് ടൊമറു എന്ത് ചെയ്യുന്നത് നമ്മളുടെ ചോജോയുടെ അടുത്തേക്ക് വരുന്നത്. അവളെ മോതിരം ഊരി ടൊമറുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്, എന്നാൽ വെച്ചോന്ന രീതിയിൽ. അപ്പോൾ ടൊമറു പറയണ നിന്നെ പോലൊരു പെണ്ണ് എന്ന രീതിയിൽ ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിക്കുമെന്നാണ് ചോജോ വിചാരിച്ചത്. പക്ഷെ അവൻ ചിരിച്ചോണ്ട് തന്നെയാണ് വരുന്നത്. ചിരിച്ചോണ്ട് കഴുത്തിറങ്ങുന്ന പരിപാടിയാണ് അവൻ ചെയ്യുന്നത്. കാരണം ആ റിങ് എടുക്കുമ്പോൾ തന്നെ അവൻ്റെ മുഖത്തോട്ട് അവളുടെ പുറത്ത് തട്ടാത്ത രീതിയിൽ ജസ്റ്റ് ഒരു വിരൽ കൊണ്ട് മാത്രം ആ റിങ് മാത്രം തൊട്ടെടുക്കാനായിട്ടാണ് നോക്കുന്നത്, പുറത്ത് തൊടാത്ത രീതിയിൽ. അപ്പോൾ ചോജോയ്ക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. നിൻ്റെ ഫാനാണോ, അതുകൊണ്ടാണ് എൻ്റെ റിങ് അടിച്ചു മാറ്റിയത്, കൊള്ളാം. ആ ചോജോനെ പോലും നല്ലല്ലോ, നീ ഭയങ്കര ഇതായിട്ടുണ്ടല്ലോ, കൊള്ളത്തില്ല കേട്ടോ, നിന്നെപ്പോലൊരു പെണ്ണൊക്കെ എൻ്റെ ഫാനായി എന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇതാണ്. കാരണം നീ പുണ്യം ചെയ്യണോടി, എന്താണ് നിന്നെ കാണാൻ ഭയങ്കര ഇതായിട്ടുണ്ട് എന്ന രീതിയിൽ പറയണം. ഓൾറെഡി നമുക്കറിയാം നമ്മൾ ടൊമറോൻ്റെ കോൺസെപ്റ്റേ തെറ്റാണ്. അപ്പോൾ ആ കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് പോയ ചോജോയുടെ കോൺസെപ്റ്റ് രണ്ടാമത് തെറ്റാണ്. അപ്പോൾ നമ്മളുടെ സറാഡ ഇത് കേട്ടിട്ട് നിർത്തി ടൊമറോ എന്ന് പറഞ്ഞിട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സറാഡ എന്നെ തടഞ്ഞു നിർത്തുന്നുണ്ട്.
പറയുന്നുണ്ട് ചോദിച്ചു ഒന്നും പറയേണ്ടെന്ന രീതിയിൽ. എന്നിട്ട് സറാടയോടൊന്നും പറയേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു റിങ് എന്ത് ചെയ്യാണ് തിരിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ റിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ ചോജോയ്ക്ക് മനസ്സിലായി, അവളെ കണ്ട അശ്വിനിക്ക് മനസ്സിലായില്ല, ടോമറൂനും മനസ്സിലായില്ല. ആദ്യം ബൊറൂട്ടോ പറഞ്ഞില്ലേ ഭയങ്കര വ്യത്യാസമുണ്ട്, മിറ്റ്സുക്കി പറഞ്ഞില്ലേ ഇത് ശരിയല്ല എന്ന്, സറാട പറഞ്ഞില്ലേ പഴയ നീയാണ് ഭംഗി, ഇത് നീയുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്, ചബ്ബിയായിട്ടുള്ള ചോജോനെയല്ലേ നമ്മളെപ്പോഴും കാണുന്നത്. അപ്പോൾ അതൊക്കെ ഓർക്കുകയാണ്. ഇവിടെ അശ്വിനിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തെ അകത്ത് കയറിയിരിക്കുകയാണ്. അവൾ വിചാരിച്ചക്കാലം ഇതാണ്. അപ്പോൾ സറാട വന്നിട്ട് മാപ്പ് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഞാൻ ആ ഡ്രസ്സ് ശരിയാക്കി തരും. എങ്ങനെ നീ ശരിയാക്കുമെന്നാണ്, എത്ര ദിവസം എടുത്തിട്ട് അത് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്, അല്ല ആ ചോജോ എങ്ങോട്ട് പോയി എന്ന രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ സറാട ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും ആ ഒരു ഡ്രസ്സ് കീറാൻ കാരണം അവളാണെന്ന് ചോദിക്കുമ്പോൾ എന്ന രീതിയിൽ പറയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഇവിടെ വന്ന ആ ഒരാളുണ്ടല്ലോ, ഒരാൾ അതിക്രമിച്ച് കയറിയില്ലേ, അയാളെയാണ്. അയാളൊരു ക്യാമ്പ് പോലത്തെ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. ക്യാമ്പ് പോലത്തതാണ് ഇപ്പോഴത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അവിടെ നിന്ന് മാറി കുറച്ചൊരു മരത്തിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ട് അയാൾ നമ്മളുടെ ടൊമറോൻ്റെയും അശ്വിനിയുടെ ഫോട്ടോ നോക്കുകയാണ്. എന്നിട്ട് ഒരു വയർലെസ്സിൽ കൂടെ പറയാണ്, അതായത് അവർ രണ്ടുപേരും കറക്റ്റ് ലൊക്കേഷനും പൊസിഷനും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് ബാക്കി ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോഴത്തേക്കും ഇതിനി ഒരു സീനും കൂടെ ഷൂട്ട് ചെയ്യാനുള്ളൂ. അപ്പോഴത്തേക്കും ചോജോ ആണെങ്കിൽ ഭയങ്കര ഹേർട്ടായിട്ട് നിൽക്കുകയാണ്. അത് മനസ്സിലാക്കിയ സറാട അവളോട് സംസാരിക്കുന്നുണ്ട്, നീയായിട്ട് നിൽക്കുക, ഇങ്ങനൊന്നും അല്ല, നിനക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നുന്നില്ലേ, നീ നിന്നെ തന്നെ നോക്ക്, നീ നിൻ്റെ ഇമേജ് നോക്ക്, നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ. പക്ഷെ ചോജോ അതൊന്നും കേൾക്കുന്ന മട്ടേ ഇല്ല. ചോജോ പറയണം, നീ നിർത്ത്, നിനക്ക് എൻ്റെ കാര്യം അറിയത്തില്ല, എനിക്ക് നിൻ്റെ കാര്യം കേൾക്കുകയും വേണ്ടെന്ന രീതിയിൽ ചോജോ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സറാട എന്നെ മൈൻഡ് ചെയ്യാതെ പോവാണ്. എനിക്ക് ഇത് തന്നെയാണ് ആവശ്യം, ഞാനിപ്പോൾ കറക്റ്റാണ്, എനിക്ക് ഇത്തിരി വിഷമം ഉണ്ടായാലും കുഴപ്പമില്ല, അവൻ പറഞ്ഞതാണ് കാര്യം എന്ന രീതിയിലാണ് ചോജോ പറയുന്നത്. എന്നിട്ട് ചോജോ ആണെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് അശ്വിനെ കണ്ടിട്ട്, മിസ് അശ്വിന നിങ്ങൾക്കുള്ള ഡ്രസ്സ് ഇതാ, നിങ്ങളുടെ ഡ്രസ്സ് കീറിപ്പോയതിന് ഞാനാണ് കാരണം, അപ്പോൾ അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന രീതിയിൽ ചോജോ പറയാണ്. എന്നാൽ തന്നെയും അവിടെ വെച്ച് കണ്ട ആ പെങ്കൊച്ച് ചോജോ ആണ്, ഞാനായിരുന്നു അത് എന്നൊന്നും അശ്വിനയോട് പറയുന്നില്ല. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡയറക്ടറും അതുപോലെ തന്നെ നമ്മളുടെ ടൊമറോ അങ്ങോട്ടേക്ക് വരുന്നത്. ചെറിയ രീതിയിൽ പ്രൊഡക്ഷനിലും ടൊമറോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്ടർ ടൊമറോയുടെ സൈഡാണ്. പിന്നെ ടൊമറോന് അധികം ഫാൻസും ഉണ്ട്. അതുകൊണ്ട് അശ്വിനെ എടുത്തൊരു മീനിങ് ഫുൾ അല്ലാത്ത ടൊമറോന് വേണ്ടി സൂയിസൈഡ് ചെയ്തിട്ട് അയാൾ പറയണം അടുത്ത സീൻ അതാണെന്ന്. അപ്പോൾ അശ്വിനയ്ക്ക് അതിന് ഒട്ടും താല്പര്യമില്ല. അശ്വിനെ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ കലിപ്പാവുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അശ്വിനയ്ക്ക് ഒട്ടും താല്പര്യമില്ല ആ സീൻ ചെയ്യാനെന്ന് അവളുടെ മുഖത്തുനിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത് അവിടെ നിൽക്കുന്ന എല്ലാവരും കാണുന്നുണ്ട്, നമ്മളുടെ ഗെയിനൻസ് എല്ലാം കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് അശ്വിനയ്ക്ക് ഒട്ടും താല്പര്യമില്ലാതെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ്. ഇത് ടൊമറോന് വരെ ആക്ടിങ് എന്ന് പറയുന്ന സംഭവം അടുത്തൂടെ പോയിട്ടില്ലാത്ത പോലെയാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ അതും അവിടെ ഒരു സംസാരമായിട്ട് പോകുന്നുണ്ട്. ബൊറൂട്ടോയ്ക്ക് അശ്വിനയുടെ അവസ്ഥ കണ്ട് പാവം തോന്നുന്നുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു ബോംബ് വന്നിട്ട് അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന് വീണ് പൊട്ടുന്നത്. അപ്പോൾ ആണെങ്കിൽ അയാളെ പിടിക്കാനായിട്ട്, ബോംബിട്ട ആളെ പിടിക്കാനായിട്ട് കൊനോഹമാർ പുറകെ പോകുന്നുണ്ട്. അയാളാണെങ്കിൽ ടൊമറോനെ തട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് നോക്കുന്നത്. അങ്ങനെ നമ്മളുടെ കൊനോഹമാർ ഇപ്രാവശ്യം അയാളെ വിട്ടുകൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അയാളെ വളഞ്ഞിട്ട് തന്നെ കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് പിടിച്ച് എങ്ങനെയൊക്കെ ക്യുനായി വെച്ചിട്ട് അയാളുടെ സോഡ് തടഞ്ഞു നിർത്താണ്. അയാൾ അത്രയ്ക്കും വലിയൊരു ഫൈറ്ററൊന്നും അല്ല. അപ്പോഴത്തേക്കാണ് ചോജോ സ്റ്റോറിൽ നിന്നും സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങി വരുന്നത്. ആ ഒരു സമയത്താണ് ഇയാൾ നമ്മളുടെ ടൊമറോനെ തൂക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോഴത്തേക്കും അത് നമ്മളുടെ ചോജോ കാണുന്നതുകൊണ്ട് ചോജോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും കൊനോഹമാർ ഫോളോ ചെയ്ത് പോകുമ്പോൾ അതേ ഫുട് പ്രിൻസ് ആണ്. അപ്പോൾ കൊനോഹമാറിന് മനസ്സിലാവും അതേ ആൾ തന്നെയാണ് പിന്നെ വന്നേക്കുന്നത്, അയാൾ ഒരാളെ ഉള്ളെന്നാണ് തോന്നുന്നതെന്ന്. ബൊറൂട്ടോയും ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എല്ലായിടത്തും പോയി നോക്കുന്നുണ്ട്. പക്ഷേങ്കിലും അയാൾ പോയതായിട്ട് ഒരു അടയാളവും ഇല്ല. എല്ലായിടത്തും ഒരുപോലെയൊക്കെ കിടക്കുന്നു. അപ്പോൾ ഇതെന്തോ നല്ല വെൽ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവുകയാണ്. അയാൾ ഒരു കത്ത് അയക്കുന്നുണ്ട്. അതായത് നമ്മളുടെ അശ്വിനെ വേണം നമ്മളുടെ ടൊമറോനെ രക്ഷിക്കാനായിട്ട് പൈസയും കൊണ്ട് ചെല്ലാൻ. പൈസ എപ്പോൾ കൊടുക്കുന്നോ അപ്പോൾ ടൊമറോനെ വിട്ടുതരും. അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനില്ലേ അതുപോലൊരു സ്ഥലത്തേക്കാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ടൊമറോ പോകണ്ട, ചോജോ കണ്ടതല്ലേ, ചോജോയ്ക്ക് അത് ചെയ്യാൻ പറ്റാത്തതിനൊരു റിഗ്രറ്റ് ഉണ്ട്. കാരണം അവൾ വിചാരിച്ച് തടഞ്ഞു നിർത്താനൊന്നും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ചോജോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് ചോജോ പോവാം, നമ്മളുടെ അശ്വിനെ പോകണ്ടെന്ന് പറയണം. അശ്വിനെ പറയണേ എന്നെ അല്ലേ വിളിച്ചത്, എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ കറേജസ് ആണ്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നേ ഉള്ളൂ, ഞാൻ പൊക്കോളാം, പൈസ തന്നാൽ മതി എന്ന് പറയാം. അങ്ങനെ ആ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷനൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ പ്രൊഡ്യൂസറിന് ഭയങ്കര ടെൻഷനാവാണ്. കാരണം അയാൾ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും ഷൂട്ട് ചെയ്ത് വെച്ചു, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എന്തവസ്ഥയാണ് എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ചോജോയ്ക്ക് പൊട്ടറ്റോ ചിപ്സ് എടുത്ത് കൊടുക്കുകയാണ് നമ്മളുടെ സറാട. കാരണം അവൾ ആ ഒരു സമയത്ത് അവൾക്ക് ചിലപ്പോൾ ബോഡി എൻലാർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടൊമറോനെ രക്ഷിക്കാമെന്ന്. പക്ഷെ അവൻ്റെ മുന്നിൽ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റാതെ പോയിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആ ഒരാളെ പിടിക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ നീ പഴയതുപോലെ ചിന്തിക്കണം എന്ന രീതിയിൽ ആര് പറയാണ്, നമ്മളുടെ സറാട പറയണം. അതൊന്നും കേൾക്കാൻ നമ്മൾ ചോജോ റെഡിയേ അല്ല.
ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മോഗിയാണ് ഗൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം മോഗി പ്രതീക്ഷിക്കുന്നത് ഇനോഷിക്ക ചോ ഫോർമേഷൻ നടത്തി ഇവരെ പിടിക്കാൻ സഹായിക്കുമെന്നാണ്. അപ്പോൾ ആ ഒരു സംഭവം ചെയ്യാനായിട്ടാണ് ഇവരോട് പറഞ്ഞേക്കുന്നതും. പക്ഷേ ചോജോ എൻലാർജ് ആവാതെ അത് ചെയ്യാൻ പറ്റത്തില്ല, പഴയ ഫോമിലേക്ക് പോകാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് മിറ്റ്സുകിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മിറ്റ്സുകിയും പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്, എന്നാലും അവൊന്നും മിണ്ടുന്നില്ല. പിന്നീട് നമ്മളെ കാണിക്കുന്ന ലൊക്കേഷനിലാണ് മോഗി എല്ലാവർക്കും വയർലെസ് കൊടുത്തിട്ടുണ്ട്, അതുവഴി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സറാഡ പിന്നെയും പറയാൻ നോക്കുന്നുണ്ട്. ചോജോ അതൊന്നും കേൾക്കുന്ന ഒരു ലക്ഷണവും ഇല്ല. അപ്പോഴത്തേക്കും മിറ്റ്സുകി നമ്മളുടെ ചോജോനോട് സംസാരിച്ചു തുടങ്ങാണ്. അതായത് നീ എപ്പോഴും കടയിൽ പോയിട്ട് പൊട്ടറ്റോ ചിപ്സ് വാങ്ങിക്കുന്നതല്ലേ, ആ ഒരു സമയത്ത് നീ ഒരുപാട് എപ്പോഴും വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലേവർ ഏതാണ്, ആ ഒരു ഫ്ലേവറിൻ്റെ പാക്കറ്റിൻ്റെ കളർ എന്താണ്, ആ ഒരു പാക്കറ്റ് കാണാൻ ചിലപ്പോൾ കൊള്ളത്തിലായിരിക്കും, പക്ഷേ അതിനകത്തുള്ള പൊട്ടറ്റോ ചിപ്സിലല്ലേ കാര്യം. അതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യം, അകത്തുള്ള ക്വാളിറ്റിയാണ് കാര്യം, അതുമാത്രമല്ല പുറമേ ഉള്ള അപ്പിയറൻസിലല്ല കാര്യം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ചോജോ ഒന്ന് ആലോചിച്ചപ്പോൾ മിറ്റ്സുകി പറഞ്ഞത് ചോജോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചോജോയ്ക്ക് കാര്യം മനസ്സിലായതുപോലെ ചോജോ ഇരിക്കുകയാണ്. അതേസമയം കാണിക്കുകയാണ് അശ്വിനെയും ടൊമറോനെ വീട്ടിലുണ്ടെങ്കിൽ അശ്വിനെ പറയണം എന്ന രീതിയിലാണ് അയാൾ നിൽക്കുന്നത്, ആ ഒരു കിഡ്നാപ്പർ. അപ്പോഴത്തേക്കും അയാൾ പറയണം നീ പൈസ തരണം എന്നാലേ വിടുവോളെന്ന്. അപ്പോൾ അശ്വിനെ പറഞ്ഞ ഉടനെ നമ്മളുടെ അത് കേൾക്കാനായിട്ട് കാത്തിരുന്ന പോലെ അയാൾ വിട്ടു. ടൊമറിന് ഒന്നും ചെയ്തില്ല. ടൊമറ് വന്ന് പേടിച്ചൊരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി നമ്മളുടെ അശ്വിനയുടെ മുമ്പിൽ പിറകിൽ വന്ന് നിൽക്കുകയാണ്. മുമ്പിൽ അശ്വിനാണെങ്കിൽ ഒരു പുലിക്കുട്ടിയെ പോലെ ഗർജിക്കുന്ന മാതിരി നിൽക്കുകയാണ്. നീ എന്താ ചെയ്യാൻ പോകുന്നത്, നീ എന്താ വിചാരിച്ച് അവിടെയുള്ള ആർക്കും കറേജ് ഇല്ലെന്നോ, ആർക്കും ഇല്ലെങ്കിലും എനിക്കുണ്ടെന്ന രീതിയിൽ പറയണം. ഇതൊക്കെ കേട്ടിട്ട് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആവണം. വാവ്, ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു കൊച്ചാണോ. അത് മാത്രമല്ല ഇത് ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു കിഡ്നാപ്പ് ആയത്. അപ്പോൾ ഇത് ന്യൂസിലും ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ കറേജ്, ഇവളുടെ ധൈര്യം, ഇത് സൂപ്പറാണല്ലോ, ഇത് റിയലി ഹീറോയിൻ നമ്മളുടെ ആരാണ്, യഥാർത്ഥത്തിൽ നമ്മളുടെ ടൊമറോനേക്കാളും ബെസ്റ്റ് അശ്വിനെയാണെന്ന രീതിയിൽ ഒരു ടോക്കൊക്കെ അവിടെ പോവാണ്. എന്നിട്ട് ധൈര്യപൂർവ്വം അശ്വിനെ പറയണം നീ പൊക്കോ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന രീതിയിൽ. അങ്ങനെ നമ്മളുടെ അശ്വിനെ പറഞ്ഞത് പ്രകാരം ടൊമറോ പേടിച്ചവിടെ നിന്ന് ഓടുമ്പോൾ പേടി കൊണ്ട് സ്ലിപ്പായി താഴെ വീഴുകയാണ്. അതുകൊണ്ട് തന്നെ ക്യാമറ ഫോക്കസിൽ അങ്ങോട്ട് പോയി എന്ന് വിശ്വസിച്ച നമ്മളുടെ അശ്വിനെ എന്ത് ചെയ്യാണ് പറയാണ്, ഇനിയിപ്പോൾ ആ ക്യാഷ് നീ തന്നെ വെച്ചോ എന്ന രീതിയിൽ, ഇപ്പം തരണ്ടാന്ന്. അപ്പോൾ അയാൾ പറയാണ് ഇപ്പോൾ നീ തന്നെ തിരിച്ചെടുത്തോ എന്ന രീതിയിൽ പറയാണ്, എനിക്ക് തരാനുള്ളത് മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഫുൾ ഡ്രാമയായിരുന്നു. അയാൾ നല്ല രീതിയിൽ അശ്വിനെ ഫോഴ്സ് ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത്രയും ഫോഴ്സ് ചെയ്യൂലല്ലോ നീ എന്ന രീതിയിൽ അശ്വിനെ ഇങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് വേറെ ആരുമല്ല, ട്രാൻസ്ഫോർമേഷൻ കിറ്റ്സ് യൂസ് ചെയ്ത് നമ്മളുടെ കൊനോഹമാറുമാണ് ആ ഒരു രൂപത്തിൽ അങ്ങനെ മാസ്ക് വെച്ചിട്ട് അവിടേക്ക് വന്നേക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ കൊനോഹമാറാണ് ഇവിടെ കണ്ടതും നീ എന്താ ഇവിടെ എന്ന രീതിയിൽ പറയണം. നിന്റെ പാർട്ട്ണറിനെ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു എന്ന് പറയണം. ഇതെല്ലാം വയർലെസ്സിൽ കൂടെ നമ്മളുടെ ഗൈഡൻസും കേൾക്കുന്നുണ്ട്. ചോദിച്ചു പറയണു, കൊനോഹമാറും സെൻസേ, എന്താണ് കൊനോഹമാറും ഇവിടെ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഫുൾ ഡ്രാമയായിരുന്നു എന്ന രീതിയിൽ. ചോജോയും എല്ലാവരും ഞെട്ടിപ്പോവാണ്. വയർലെസ്സിൽ കൂടെ അവർ സംസാരിക്കുന്നുണ്ട്. കൊനോഹമാറിൻ്റെ അടുത്ത് നിന്നും കൊതിരി മാറിയാണ് ആര്, അശ്വിന, നീ ഇങ്ങനെ ചെയ്തല്ലോ, എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആക്കിയല്ലോ, എനിക്ക് അവൻ എന്ത് അഭിനയിക്കാനറിയാം, ഞാൻ എത്ര കഴിവുള്ള ഒരു ആക്ട്രസ് ആണെന്നറിയാമോ, അവൻ്റെ കൂടെ അഭിനയിച്ച് എൻ്റെ ആക്ടിങ്ങിന് പോലും ഒരു വിലയുമില്ല, എന്നിട്ട് ഫാൻസോ അവൻ ആക്ടിങ് എന്ന് പറഞ്ഞ സംഭവം അറിയോ, കയ്യിൽ നിന്ന് കുറേ ഡയലോഗ്സോ ഒരു ഇമോഷൻസും ഇല്ലാതെ ഒരു ടോൺ വ്യത്യാസവും ഇല്ലാതെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ അവൻ എന്തറിയാം, അവനൊന്നും അറിയത്തില്ല, ചുമ്മാ പുസ്തകം നോക്കി വായിക്കുന്നവർ ഇത്തി കൂടെ ഫീൽ കാണും എന്ന രീതിയിൽ പറയാണ് നമ്മളുടെ അശ്വിന. എന്തോ ആയിക്കോട്ടെ, ഈ പറഞ്ഞതും ചെയ്തതുമൊക്കെ തെറ്റല്ലേ എന്ന കൊനോഹമാർ ചോദിക്കുകയാണ്. ഇങ്ങനെയാണോ, ആരാണോ നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നത് ജനം കാണത്തില്ലേ, അവർക്ക് മനസ്സിലാവത്തില്ലേ എന്നൊക്കെ പറയണം. എന്നാലും അശ്വിനയ്ക്ക് മനസ്സിലാവാതെ അവളൊരു പേപ്പർ ബോംബ് എടുക്കണം. എന്നിട്ട് ആ പേപ്പർ ബോംബ് എടുത്ത് തറയിൽ എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അതായത് അവന് വേണ്ടി ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്ന് കഥയിൽ പറഞ്ഞ അതുപോലത്തെ ഒരു സ്ഥലം കണക്കില്ലേ, ഇപ്പോൾ ഞാനല്ലേ കറേജ്, ഞാനല്ലേ സൂപ്പർ ഹീറോ എന്ന രീതിയിൽ അശ്വിന പറയാണ്. പെട്ടെന്ന് തറയെല്ലാം പൊളിഞ്ഞ അശ്വിനെ നിലത്ത് വീണ് ചാവാൻ പോവാണ്. കൊനോഹമാറു അശ്വിനെ രക്ഷിക്കുകയാണ്. അതേസമയം ടൊമറോനെ കാണിക്കുകയാണ്. ടൊമറോ ആണെങ്കിൽ നിലത്ത് വീണു, അതായത് അവിടെ അവൻ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നല്ലോ, എങ്ങനെ പിടിച്ചു, ആ കട്ടയോടെ പൊളിഞ്ഞ് താഴെ വീണു. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ പിന്നെയും മണ്ടേന്ന് ഇത് പൊളിഞ്ഞ് വീഴാണല്ലോ പേപ്പർ ബോംബ് വീണത്. അതിങ്ങനെ പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ പല രീതിയിൽ അതിനെ ഇത് പിടിച്ച് നിർത്താൻ നോക്കുന്നുണ്ട്. ചക്ര ത്രെഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബൊറൂട്ടോ പഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ അത് പിടിച്ച് നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. ലാസ്റ്റ് ഒരു കഷ്ണം നേരെ വന്നിട്ട് ടൊമറോൻ്റെ മണ്ടയ്ക്ക് വീഴാൻ പോവാണ്. ബൊറൂട്ടോ പാഞ്ഞ് ചെല്ലാണ്. അതേസമയം ചോജോയും അപ്പത്തുനിന്ന് പാഞ്ഞ് വരികയാണ്. ഒരൊറ്റ പഞ്ച്, അതും എൻലാർജ് ആയിക്കൊണ്ട്. ചോജോ ഇപ്പോൾ അവളുടെ ബോഡി ഒന്നും ഓർത്തില്ല. ഇപ്പോൾ ഒക്കെ മനസ്സിലായി മിറ്റ്സുകി പറഞ്ഞതിൽ, അതായത് അപ്പിയറൻസിലൊന്നും വലിയ കാര്യമില്ല, നമ്മളുടെ ഗട്ട്സിലും പവറിലും ക്വാളിറ്റിയിലുമാണ് കാര്യം.
നമ്മളുടെ ചോജു പറയുന്നുണ്ട് ആർക്കും എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മിത്സുഗിയുടെ പൊട്ടറ്റോ ചിപ്പ് ലെക്ചർ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ്റെ പൊട്ടറ്റോ ചിപ്സ് വെച്ചുകൊണ്ടായിരുന്ന ക്ലാസ്സാണ് എന്നെ ഇപ്പോൾ മാറ്റിയത്. അങ്ങനെ ചോജുവിനെ കാണുമ്പോൾ അന്ന് കണ്ട പെങ്കൊച്ച് ചോജു ആണെന്ന് നമ്മളുടെ എല്ലാവർക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ ഇവിടെ പോലീസ് വരികയാണ്, എല്ലാവരും കൂടെ എന്ത് ചെയ്യാണ്, സംസാരിക്കുകയാണ്. അപ്പോൾ അവരോട് എല്ലാവരോടും പറയുകയാണ്. അപ്പോഴത്തേക്ക് എസ്പെഷ്യലി നമ്മുടെ ചോജുവിടെ ധൈര്യം എടുത്ത് പറയുന്നുണ്ട് ആ ഒരു സംഭവത്തിൽ. അങ്ങനെ ബൊറൂട്ടോയും എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മിത്സുഗി, ബൊറൂട്ടോ, ഇനോജിൻ, സറാഡ, അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്, ഷിക്കഡായി എല്ലാവരും ഉണ്ട്. അവിടെ ചോജോ ഇല്ല. ചോജോനെ വിളിച്ചിട്ട് ആര് കൊണ്ടുപോവാണ്, നമ്മളുടെ ചുമർ കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ചുമർ പറയാണ്, നിനക്ക് പൊട്ടറ്റോ ചിപ്സ് വേണോ, ഞാൻ നിനക്ക് തരാം, നിൻ്റെ ഈ ഒരു അപ്പിയറൻസ് കാണാനും നിനക്ക് നല്ല ഭംഗിയാണ്. എൻ്റെ കണ്ണിൽ ഒരു വലിയ പാടുണ്ടായിരുന്നു, അത് നീയാണ് തുറപ്പിച്ചത്, എൻ്റെ കണ്ണ് തുറപ്പിച്ചത് നീയാണ്. എനിക്കിപ്പോൾ സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരു പെങ്കൊച്ചിന് വേണ്ടുന്നത് അവളുടെ അപ്പിയറൻസിലല്ല, അവളുടെ ആറ്റിറ്റ്യൂഡിലാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടറ്റോ ചിപ്സ് കൊടുക്കുകയാണ്. എന്നാൽ എനിക്കൊരു കാര്യം കൂടി പറയാണ്, ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് കൊടുക്കാനിറങ്ങി. അത് സത്യത എനിക്ക് ഉള്ളത് ഒരു സംഭവമാണ്, അത് റിയലായിട്ട് ഞാൻ ആദ്യമായിട്ട് നിന്നോടാണ് പറയുന്നത്. എന്ന രീതിയിൽ പറയുമ്പോൾ ചോജു പറയണ ആയിക്കോട്ടെ, പക്ഷേ എങ്കിലും എനിക്ക് അങ്ങനെ ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത് വെറും ഒരു സെലിബ്രിറ്റി ക്രഷാണ്, അല്ലാതെ വേറൊന്നുമില്ല, എനിക്ക് വേറൊരാളോടാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ചോജു വരികയാണ്. എന്നിട്ട് ആ പൊട്ടറ്റോ ചിപ്സ് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, മിത്സുഗി കൊടുക്കുകയാണ്. അപ്പം തന്നെ മിത്സുഗി ഞെട്ടിപ്പോവാണ്, നമ്മളുടെ ടൊമറുവും ഞെട്ടിപ്പോവാണ്. കാരണം ടൊമറുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ആൾക്കേ ഞാൻ പൊട്ടറ്റോ ചിപ്സ് കൊടുക്കത്തുള്ളെന്ന്. ഇത് കാണുന്ന ബൊറൂട്ടോയും ഇനോച്ചിനും ഷിക്കഡായും സറാഡയും ഒക്കെ ചോജോനെയും മിത്സുഗിനെ ഇങ്ങനെ നോക്കുകയാണ്, എന്താണ് അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ചോജോ ഒന്നും മിണ്ടാതെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്തിട്ട് പോവാണ്. മിത്സുഗി അതുപോലെ ഇങ്ങനെ നിൽക്കുന്നു. ഈ കാര്യങ്ങൾ ഇവളുടെ ഈ ഒരു സംഭവങ്ങൾ ഇതൊന്നും വേസ്റ്റായി പോവാണ്, ഏറ്റവും ബോറായിട്ട് ഇപ്പം നീ പോവാണ് ചോജോ എന്ന രീതിയിൽ പറയാണ്. മിത്സുഗിയുടെ മുഖം കണ്ടാലറിയാം അവൻ അങ്ങനെയൊന്നും ഇല്ലെന്ന്. ആ പൊട്ടറ്റോ ചിപ്സ് അവൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒറോച്ചിമാറും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഒരു കാര്യം മെൻഷൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഒറോച്ചിമാറിനോട് നമ്മളുടെ മിത്സുഗി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ എൻ്റെ അച്ഛനാണോ അമ്മയാണോ, ആരുടെ ഇതിലാണ് നിങ്ങൾ ആ ഒരു സ്ക്രോളിൽ സൈൻ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഒറോച്ചിമാറും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അതിന് പറയാനായിട്ട് ഒറോച്ചിമാറിനോട് റിപ്ലൈ ഇല്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഒരു മെന്നാണ്, ഇടയ്ക്ക് ഒരു വുമനാണ് എന്ന രീതിയിൽ പറയുകയാണ്. രണ്ടും ഞാനാണ്, ഞാൻ നിൻ്റെ പാരൻ്റാണ് എന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ് ഞാൻ ഒപ്പിടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു എന്ന് മനസ്സിലാക്കിയ മിത്സുഗി ഇപ്പോഴാണ്. കാരണം അത് ഒരു അപ്പിയറൻസിലല്ല കാര്യം എന്ന് മിത്സുഗി മനസ്സിലായി. അതുകൊണ്ട് മിത്സുഗി പറയുകയാണ്, നിങ്ങൾ എൻ്റെ പാരൻ്റാണ്, എന്നെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു പാരൻ്റാണ്, അത്രയും എനിക്ക് മതി, വേറൊന്നും എനിക്ക് അറിയണ്ടെന്ന് മിത്സുഗി പറയാണ്. അപ്പോഴത്തേക്കും ഒറോച്ചിമാറിനും സന്തോഷമാണ്. ജോജോ ആണെങ്കിൽ ഫാമിലിയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്, ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് സ്ലിമ്മും ആവണ്ട, ബട്ടർഫ്ലൈ ബോഡി പോയിട്ട് സ്കെൽറ്റും ആവണ്ട, ഒന്നും ആവണ്ട, ഇത് തന്നെയാണ് പെർഫെക്റ്റ് എന്ന് ചോദിച്ചൊക്കെ മനസ്സിലാവാണ്. വീട്ടിൽ കാണിക്കുന്നത് നമ്മളുടെ മെറ്റല്ലീനെയാണ്. മെറ്റല്ലി ആണെങ്കിൽ നേരെ പോയിട്ട് നമ്മളുടെ സൂയിക്കയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ മെറ്റല്ലി ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ടീം 7 ചോദിക്കുകയാണ്, എന്താണ് നിന്റെ കഴുത്തിൽ ഇത്ര നാളുമില്ലാത്ത സാധനമാണല്ലോ അതെന്ന്. അപ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, അത് ഉറപ്പായിട്ടും പുതിയ സാധനമാണ്, കാരണം ഞാനത് എനിക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി എടുത്തിട്ടതാണ്, എനിക്ക് ആൾക്കാരെ കാണുമ്പോൾ ഒരു പേടി മാറാൻ വേണ്ടി ഇട്ടതാണെന്ന്. അപ്പം സൂയിക്ക പറയാണ്, നിങ്ങൾക്ക് അടുത്തൊരു മിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പുരാതനമായ ഈ പ്ലേറ്റ് സൂക്ഷിച്ച് നിങ്ങൾ കൊണ്ടുപോവാ, ഇത് നമ്മളുടെ നാടിൻ്റെ തന്നെ ഒരു ട്രഷറാണെന്ന് തന്നെ പറയാം, ഒരു കിറല് കൂടി ഇതിൽ വീഴാൻ പാടില്ല എന്ന് പറയാണ്. അങ്ങനെ കൊടുക്കുന്ന സാധനം അപ്പം തന്നെ നിലത്തിട്ട് പൊട്ടിക്കുകയാണ് നമ്മളുടെ ലീ. കാരണം അവൻ അത്രയും ഇതാവുകയാണ്, അത് വാങ്ങുമ്പോൾ ഇവരെല്ലാം നോക്കുന്ന കണ്ടിട്ട്. അത് ആകെ 3, 2, 5 പേരാണ് നോക്കുന്നത്. അത് കണ്ടിട്ട് തന്നെ പേടിയായിട്ട് തറയിലിടുകയാണ്. ഇതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാതായിപ്പോയല്ലോ ഈ നെക്ലേസ് കൊണ്ടെന്ന് ബൊറൂട്ടോ പറയാണ്. സറാഡ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിൻ്റെ വാക്കുകളോട് യോജിക്കാറില്ല ബൊറൂട്ടോ, പക്ഷേ ഇതിൽ ഞാൻ യോജിക്കുന്നു എന്ന്. അതിനുശേഷം നമ്മളുടെ മെറ്റല്ലിയെ കാണിക്കുകയാണ്. നമ്മളുടെ മെറ്റല്ലി റോക്ക്ലിയുടെ അടുത്ത് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നഗേറ്റ്സിനെ പറ്റി പറയുകയാണ്, അതിൻ്റെ ലിമിറ്റ്സിനെ പറ്റി പറയുകയാണ്, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ സിറ്റുവേഷനിൽ ഉപയോഗിക്കാം, ചക്ര പീക്കിലാവുമ്പോഴാണ്, ഒരു ലിമിറ്റ് കഴിയുമ്പോഴാണ് എന്താണ് ഇന്നഗേറ്റ് എന്ന് പറയുന്നത്, അത് ഉപയോഗിച്ച് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാക്കാൻ പറ്റും, ഡാമേജ് ഒരുപാട് ഉണ്ടാകും, അങ്ങനെയാണ് മൈഗ്ഗയുടെ കാര്യമൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണ്. പക്ഷേ അതൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പും മൈഗ്ഗയുടെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പും തന്നെ ലീ ശ്രദ്ധിക്കുന്നത് മെറ്റല്ലിയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാലയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ഞാൻ വാങ്ങിയാണെന്ന് പറഞ്ഞതും ലീ അവിടെ നിന്ന് പോവാണ്. ഞാൻ ഈ ഒരു ട്രെയിനിങ് മാറ്റി വെച്ചേക്കാണ്, എനിക്കിപ്പോൾ നിന്നെ ട്രെയിൻ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്താണ് സംഭവം എന്ന് നമ്മളുടെ മെറ്റല്ലിക്ക് മനസ്സിലായില്ല. ഇത്രയും പറഞ്ഞതും പോരാഞ്ഞ് പോകുമ്പോൾ പറയാം, നീ നിന്റെ തെറ്റ് മനസ്സിലാക്കുന്നത് വരെ ഞാൻ നിനക്ക് ട്രെയിനിങ് തരത്തില്ലെന്ന്. ഒരു സ്ഥലത്ത് പോയി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുകയാണ് നമ്മളുടെ മെറ്റല്ലി, ഞാൻ എന്തായിരിക്കും ചെയ്തേ, എന്തായിരിക്കും അച്ഛൻ അങ്ങനെ
അങ്ങനെ പറഞ്ഞേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു വീൽ ചെയർ പാറന്ന് ആകാശത്ത് പറഞ്ഞത്. ആരുടെ ആകാശത്ത് നിന്ന് വീൽ ചെയർ ലാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നോക്കിയാൽ അത് നമ്മളുടെ മൈറ്റ് ഗായ്. അങ്ങനെ നമ്മളുടെ മൈറ്റ് ഗൈനെ കണ്ടിട്ട് മെറ്റലിലേക്ക് ആദ്യം ആളെ മനസ്സിലാവില്ല. എന്നാലും അപ്പിയറൻസ് ഒക്കെ വെച്ചിട്ട് മൈറ്റ് ഗൈ ആണോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ മൈറ്റ് ഗൈ പറയുന്നുണ്ട് ഞാൻ മൈറ്റ് ഗൈ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ മെറ്റലി റോക്ക്ലി ഇങ്ങനെ പറഞ്ഞതും ട്രെയിനിങ് കൊടുക്കൂല എന്ന് പറഞ്ഞതും ഇന്നർ ഗേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞതും അതൊന്നും എന്താണ് ശരിയാവില്ല എന്ന് പറഞ്ഞതും ഇപ്പോൾ ചെയ്യിപ്പിക്കൂല എന്ന് പറഞ്ഞതും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതെന്താ കാര്യമൊന്ന് നമ്മളുടെ മൈറ്റ് ഗൈക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നില്ല. ആ ഒരു ചെയിനാണ് പ്രശ്നം. അത് ഇട്ടേക്കുന്നതാണ് നമ്മളുടെ റോക്ക്ലിയുടെയും പ്രശ്നം. ഇവൻ അത് ഇട്ടേക്കുന്നത് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാതെ ഇതിട്ടിട്ട് നടക്കുന്നത്. എന്നാലും നമ്മളുടെ മെറ്റലിയുടെ അസുഖം എത്രത്തോളം ഉണ്ടെന്ന് മൈറ്റ് ഗൈക്ക് അറിയത്തില്ലല്ലോ. മൈറ്റ് ഗൈ അവനെ പരമാവധി സപ്പോർട്ട് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്യാണ്, നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ മെറ്റലിലേക്കും ഒരു സമാധാനമുണ്ട്. അടുത്ത പ്രാവശ്യം റോക്ക്ലിയോട് സംസാരിക്കുമ്പോൾ എന്തായാലും ട്രെയിനിങ് തരും എന്ന രീതിയിലൊരു ഹോപ്പൊക്കെ മെറ്റലിലേക്ക് കൊടുക്കുകയാണ് നമ്മുടെ മൈറ്റ് ഗൈ. അങ്ങനെ മൈറ്റ് ഗൈക്കയുടെ സംസാരം മെറ്റലിലേക്ക് ഒരുപാട് ഇഷ്ടമാണ്. മൈറ്റ് ഗൈനെ എടുത്തിട്ട് പോവാണ്. ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരുപാട് സ്റ്റെയേഴ്സ് ഉള്ള സ്ഥലത്ത് മൈറ്റ് ഗൈനെ എടുത്തിട്ട് പോവാണ്. അത് കാണുമ്പോൾ മൈറ്റ് ഗൈ പോലും അമ്പരന്ന് പോവാണ്. ഈ ചെറിയ പ്രായത്തിൽ എൻ്റെ റോക്ക്ലിയുടെ മോനായിട്ടുള്ള മെറ്റലിയാണോ ഇത് ചെയ്യുന്നത്? അവൻ്റെ ഉള്ളിൽ ടാലൻ്റ് ഉണ്ട്, അവൻ കോൺഫിഡൻ്റ് അല്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പകുതി എത്തുമ്പോഴേ ഗിടുന്ന് വിറയ്ക്കുകയാണ്. കാരണം ചുറ്റുമുള്ള ആൾക്കാർ അത്രയും നോക്കുന്നേ. അങ്ങനെ എല്ലാവരും നോക്കുന്ന കാണുമ്പോൾ വീഴുമെന്ന് പോലും നമ്മളുടെ മൈറ്റ് ഗൈക്ക് തോന്നുകയാണ്. എന്നാൽ തന്നെ മൈറ്റ് ഗൈ നോക്കുകയാണ് എത്രത്തോളം ഇവൻ പോകുന്നു. അങ്ങനെ എല്ലാവരും നോക്കുന്ന കാരണം ഒരു വിധത്തിലാണ് മണ്ടേ കൊണ്ടുവന്ന് എത്തിച്ചത്. അത് കാണുമ്പോൾ മൈറ്റ് ഗൈക്ക് കാര്യം മനസ്സിലായി. അതായത് നല്ല സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മളുടെ മെറ്റലി ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അവൻ ഒട്ടും തന്നെ കോൺഫിഡൻ്റ് അല്ല. അപ്പോഴാണ് യുവാബെ അങ്ങോട്ടേക്ക് വരുന്നത്. മൈറ്റ് ഗൈനെ കണ്ടത് മൈറ്റ് ഗൈ നിങ്ങളോ ടൈജിറ്റ്സുവിൻ്റെ കിങ് എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇത് തന്നെയാണ് ഡെങ്കിയും പറയുന്നത്. ഡെങ്കിക്ക് അത്രയധികം തന്നെ ടൈജിറ്റ്സ് വരാത്തതുകൊണ്ട് തന്നെ നമ്മുടെ മൈറ്റ് ഗൈ ഒക്കെ ഗുരു ദൈവം പോലെയാണ്. അതുപോലെ തന്നെയാണ് യുവാബയ്ക്ക് അത് ഇഷ്ടമായതുകൊണ്ട് എന്ത് ചെയ്യണം അതുപോലെ നിൽക്കുകയാണ്. ഡെങ്കി ഒരുപാട് ടിപ്സൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഷിനോ അങ്ങോട്ടേക്ക് വരുന്നത്. ഷിനോയും ഇതേ അമ്പരപ്പാണ്. മൈറ്റ് ഗൈ എപ്പോൾ വന്നു? അയ്യോ എത്ര നാളായി കണ്ടിട്ട്, ഇവിടെ ആയിരുന്നു എന്ന രീതിയിലൊക്കെ ചോദിക്കുകയാണ്. സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പോവാണ്. ഇവർ നേരെ പോകുന്നത് അക്കാഡമിയിലേക്കാണ്. അക്കാഡമിയിൽ കുറേ അധികം സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ അധികം പാരൻസ് ഒക്കെ ഉണ്ട്. കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ മൈറ്റ് ഗൈ ആണെങ്കിൽ അവിടെ സംസാരിക്കുകയാണ്. ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ചോദിക്കുന്നത് ഇപ്പോൾ താങ്കളെ കൊണ്ടിട്ട് പറ്റുമോ എന്ന്. അതായത് ഫൈറ്റ് ചെയ്യാൻ വാറിൻ്റെ സമയത്ത് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തോന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൈറ്റ് ഗൈ പറയാണ് പിന്നെന്താ പറ്റുമല്ലോ എന്ന്. ഇവാബയ്ക്ക് പാവം തോന്നുന്നു. അയ്യോ അങ്ങനെ ചോദിക്കരുതായിരുന്നല്ലോ, പറ്റുമോ എന്തോന്ന്. അപ്പോഴത്തേക്കും ഇവാബേനെയും അതുപോലെ തന്നെ മെറ്റലിനെയും നോക്കിയിട്ട് പറയണം നിങ്ങൾ രണ്ടുപേരും പെയറായിട്ട് എനിക്ക് നേരെ ഒപ്പണൻ്റായിട്ട് വരാം. അപ്പോഴത്തേക്കും നമ്മളുടെ മെറ്റലി ഓർക്കുന്നുണ്ടോ അയ്യോ ഇയാളുടെ കാല് പോയതല്ലേ, മൈറ്റ് ഗൈയുടെ കാല് പോയതല്ലേ എന്ന്. അത് എൻ്റെ കാല് പോയതാണ്, എന്നാലും എന്നെ കൊണ്ട് പറ്റും, ഇതില്ലെങ്കിലും ഞാൻ ട്രെയിനിങ് എടുക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റും എന്ന് നമ്മളുടെ മൈറ്റ് ഗൈ പറയാണ്. ആ കോൺഫിഡൻസ് കണ്ട മെറ്റലി പോലും അമ്പരന്ന് പോവാണ്. അങ്ങനെ അവരെ വിളിക്കുകയാണ്. അവർ വിചാരിക്കുന്നുണ്ട് ഒന്ന് അയഞ്ഞു കൊടുത്തിട്ട് ഫൈറ്റ് ചെയ്യാം, കാരണം മൈറ്റ് ഗൈ തന്നെ ജയിച്ചോട്ടെ എന്ന്. അങ്ങനെ വിചാരിച്ച് കയറുന്നുണ്ടെങ്കിലും മൈറ്റ് ഗൈ ആണെങ്കിൽ ആദ്യത്തെ ഇതിൽ തന്നെ എന്നാൽ പിന്നെ തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരൊറ്റ കാലിൽ നിന്നുകൊണ്ട് നല്ല പൊളിയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ആ ഒരു ഫൈറ്റിൻ്റെ മുമ്പിലൊന്നും കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റുന്നില്ല ടൈജിറ്റ്സുയുടെ സ്പീഡ്. അപ്പോഴാണ് പിന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. ഒന്ന് അയഞ്ഞു കൊടുക്കാൻ പോയിട്ട് മൈറ്റ് ഗൈ ഒന്ന് അയഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പിള്ളേർ മണ്ണ് തിന്നാതെ പോയനെ എന്ന രീതിയിലാണ് കിടക്കുന്നത്. ഇവിടെ നല്ല സീരിയസ് ആയാണ്, എന്നാലും രണ്ടിനെ അടിച്ചൊതുക്കുകയാണ് നമ്മളുടെ മൈറ്റ് ഗൈ. ഇത് കണ്ടിട്ട് ഇവർക്ക് തന്നെ വിശ്വസിക്കാൻ ഇതൊക്കെ കണ്ടാൽ സാധാരണ രണ്ട് കാലിൽ നിൽക്കുന്നവർക്ക് തന്നെ ഇത്ര അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മളുടെ മെറ്റലിലേക്ക് ഭയങ്കരമായിട്ട് ടച്ച് ആവുകയാണ്. അപ്പോൾ ഗേൾസ് ആൻഡ് ഷീ നിങ്ങൾ എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് ചെയ്തത്? നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര അൺബിലീവ് ചെയ്യാൻ പറ്റാത്ത, ബിലീവ് പോലും ചെയ്യാൻ പറ്റാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. അൺബിലീവബിൾ ആണ്, അത്രയ്ക്കും സ്വീറ്റാണ്, നിങ്ങളെ കാണുന്നത് പോലൊന്നും അല്ല എന്ന് പറയാണ്. നീ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? നിനക്ക് കോൺഫിഡൻസ് ആണ് ആവശ്യം, നീ കുറച്ചുകൂടി ഇതാവണമെന്ന രീതിയിൽ മൈറ്റ് ഗൈ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതെല്ലാം മെറ്റലി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് രാത്രി പോയി ട്രെയിനിങ് എടുക്കുമ്പോൾ അത് റോക്ക്ലിയും കാണുന്നുണ്ട്. എന്നിട്ട് അത് കണ്ടിട്ട് റോക്ക്ലി നേരെ മൈറ്റ് ഗൈയുടെ അടുത്ത് പോവാണ്. അങ്ങ് ദൂരെ മാറി മൈറ്റ് ഗൈയും അത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൈറ്റ് ഗൈ ആണെങ്കിൽ റോക്ക്ലിയോട് പറയാണ് നീ കണ്ടില്ലേ മെറ്റൽ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, നീ എന്തുകൊണ്ട് അവന് ഇന്നഗേറ്റിൻ്റെ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തില്ല, നീ എന്തുകൊണ്ട് അവൻ്റെ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തില്ല എന്ന്. അപ്പം നമ്മളെ മെറ്റലിയുടെ കാര്യം ഓർത്തിട്ട് റോക്ക്ലി പറയാണ് ഞാൻ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഒന്ന് വെച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. എപ്പോഴും മൈറ്റ് ഗൈയുടെ ടെക്നിക്കുകളാണ് ഞാൻ അവന് പറഞ്ഞു കൊടുക്കാറ്, പക്ഷേ ഇപ്രാവശ്യം എൻ്റേതായ ഒരു രീതിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മളുടെ മൈറ്റ് ഗൈക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുകയാണ്. കാരണം ഇത്രയും നാൾ മൈറ്റ് ഗൈ പറയുന്നത് നോട്ട്സ് എടുത്തിട്ടായിരുന്നു നമ്മുടെ റോക്ക്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ റോക്ക്ലിക്ക് വന്നില്ലേ, അത് നല്ല
ഒരു കാര്യമല്ലേ എന്നാണ് മൈറ്റ് ഗൈ ആലോചിക്കുന്നത്. എന്നിട്ട് മോളിൽ കാണിക്കാണ് അവിടെ ഇവാബെ, ഡെങ്കി, മെറ്റലി വരെയാണ്. അപ്പം ഇവരുടെ ടീം പിന്നെയും ടീം 5 തോറ്റേക്കാണ് മിഷനിൽ. അതായത് ഒരു കള്ളനെ പിടിക്കാൻ പോകണമായിരുന്നു. പക്ഷെ കള്ളനെ പിടിക്കാൻ അടുത്തെത്തിയപ്പോൾ കള്ളന്മാരുടെ കൂട്ടം നോക്കുന്നത് കണ്ടിട്ട് നമ്മളുടെ ലീ അങ്ങ് വിട്ട് കളഞ്ഞു. സോ കള്ളൻ രക്ഷപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ ഫെയിലിയർ ആയിട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് ഇപ്പം നോക്കുമ്പോൾ കഴുത്തിൽ 3 മാല ഉണ്ട്. 3 മാല ഉണ്ടായിട്ട് പോലും കാര്യമില്ലല്ലോ എന്ന് ഇവാബയും ഡെങ്കിയും പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോഴിത് കേട്ടിട്ട് വരുന്ന നമ്മുടെ റോക്ലി പറയണം, 3 മാല ഉണ്ടായാൽ എന്താ, 4 മാല ഉണ്ടായാൽ എന്താ, കിടക്കുന്നത് ഇവൻ്റെ കഴുത്തിലല്ലേ, എന്തായാലും ഇവൻ തോറ്റേ പോകത്തുള്ളൂ. ഇവനൊക്കെ പോയ മിഷൻ ജയിച്ചു എന്ന് കേട്ടാൽ തന്നെ വലിയ അമ്പരപ്പ. എന്തായാലും ഞാൻ ഒന്ന് ആലോചിക്കുക, എനിക്ക് 8 ഇന്നഗേറ്റ് പഠിപ്പിച്ചു കൊടുക്കാൻ നീയെങ്കിലും ബാക്കി നിൽക്കുമെന്ന് വിചാരിച്ചപ്പോൾ അതൊരു ഗുണവും ഇല്ലാത്ത ഒന്ന്, എന്തോ ഒന്ന്. എന്തായാലും ഞാൻ ഒന്ന് പറയാം, അതായത് ഇന്ന് വൈകുന്നേരം ഞാൻ അക്കാഡമിയ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യും, നിന്നെ ചലഞ്ച് ചെയ്യുവാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നീ വന്നിട്ട് എൻ്റെ കൂടെ ഏറ്റുമുട്ട, ജയിച്ചാൽ മാത്രമേ നിനക്ക് ഇന്നഗേറ്റ്സ് പഠിപ്പിച്ചു തരത്തുള്ളൂ. അതെന്താ അങ്ങനെ പറയുന്നേ, ഞാൻ ജയിക്കൂല അറിയത്തില്ലേ എന്ന രീതിയിലാണ് നമ്മളുടെ മെറ്റലി നോക്കുന്നത്. അപ്പോൾ റോക്ലി പറയണ, എനിക്കറിയാലോ നീ ജയിക്കത്തില്ലെന്ന്, പിന്നെന്തിനാ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നറിയോ, എനിക്ക് പഠിപ്പിക്കാൻ വയ്യ, എനിക്കറിയാം നീ തോറ്റു പോകും, ധൈര്യം ഉണ്ടെങ്കിൽ നീ വരാതിരിക്കോ, വരാതിരുന്നാൽ അത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എരിപിരി കയറ്റിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് വൈകുന്നേരമായി കുറേ അധികം നേരം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതുവരെ മെറ്റലി വന്നിട്ടില്ല. ഡെങ്കി, വാബയും മൈറ്റ് ഗൈയും അതുപോലെ തന്നെ കുറേ അധികം ഓഡിയൻസിനെയൊക്കെ നമ്മളുടെ ആരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, നമ്മളുടെ റോക്ലി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മെറ്റലി വരുമ്പോഴും നീ വന്നോ, ഞാൻ വിചാരിച്ചു ഇവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് എനിക്ക് വീട്ടിൽ പോകാറുതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നീ ഭയങ്കര പേടിത്തോണ്ടല്ലേ, നീ വരത്തില്ലല്ലോ. അയ്യേ, നിന്നെ കാലിടിക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് മുള്ളുവോ, അയ്യോ പേടിച്ച് വിറച്ചു പോകണോ നീ, അയ്യോ നീ തോറ്റ എല്ലായിടത്തും ഫെയിലിയർ ആണല്ലോ, നീ പോയ എല്ലാ മിഷനും ഫെയിലിയർ ആണല്ലോ, എന്തുവാടാ ഇത്, ഫെയിലിയറിൻ്റെ റെക്കോർഡ് തന്നെ നീ എടുക്കുമല്ലോ, നിനക്ക് പേടിയാണോ, നീ ആരെയാ പേടിക്കുന്നത്, നിന്നെക്കാൾ ധൈര്യം ഉണ്ടാ ഇവിടെ ഇരിക്കുന്ന കൊച്ചിന് പോലും, ഇവിടെ പോണ ഈച്ചയ്ക്ക് പോലും നിന്നെക്കാൾ ധൈര്യം ഉണ്ടാ. അത് എല്ലാവരും കേൾക്ക്, നിങ്ങൾ എല്ലാവരും ഇത് കേൾക്ക്. ഇവന് നിഞ്ച ആവാനോ അല്ലെങ്കിൽ ഒരു ജുട്സു ചെയ്യാനോ ഒന്ന് കാലെടുത്ത് വെക്കാൻ പോയിട്ട് ഒന്നുമില്ല, ആ ഒരു കഴിവേ ഇല്ല, അവനെ കൊണ്ട് പറ്റത്തില്ല, അവനെ ഒട്ടും കോൺഫിഡൻസ് ഇല്ല, ധൈര്യമില്ല, ഒട്ടും ഇതില്ലെന്ന് ഞാൻ പറയുന്നില്ല, ധൈര്യമില്ല. അപ്പോഴത്തേക്കും ഇവൻ എന്ത് ചെയ്യാൻ പറ്റൂല, 8 ഇന്നർ ഗേറ്റ് പഠിക്കാനേ പറ്റത്തില്ല, ഇന്നർ ഗേറ്റേ പഠിക്കാൻ പറ്റത്തില്ല, പിന്നാണ് അത് എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് മെറ്റലി ആണെങ്കിൽ മാലയൊക്കെ വലിച്ച് പൊട്ടിച്ച് ഇനി ഞാൻ കേട്ട് നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് മുമ്പിലേക്ക് വരാണ്. ഇത് കാണുന്ന മൈറ്റ് ഗൈക്ക് കാര്യം മനസ്സിലായി. ഇറിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവരെ കൊണ്ട് എങ്ങനെയെങ്കിലും അവൻ്റെ ആ ഒരു പേടി മാറ്റാനാണ് ആര് നോക്കുന്നത്, റോക്ലി നോക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ മൈറ്റ് ഗൈ നോക്കിക്കൊണ്ട് നിൽക്കുക തന്നെ ഈ റോക്ലി പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ മെറ്റലി ഇത് മൊത്തം വലിച്ചു പൊട്ടിച്ച് ദൂരെ എറിയാണ് ഈ മാല. ഇനി വാ എന്ന രീതിയിൽ നിൽക്കുകയാണ്. തുടങ്ങിയാലോ, ആരംഭിക്കലാമാ എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും കൂടെ തുടങ്ങുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് പോവാണ്. നമ്മളുടെ മെറ്റലിക്ക് അങ്ങോട്ട് റോക്ലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേങ്കിലും റോക്ലിയുടെ അറ്റാക്ക് ഒന്നും മെറ്റലി കൊള്ളുന്നോ ഇല്ല. അതെന്താന്ന് നോക്കിയാൽ ആദ്യം കുറച്ച് നേരം കൊള്ളുന്നുണ്ടായിരുന്നു, പിന്നെ അവൻ സ്റ്റേജിൽ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ നോക്കുന്നത് കണ്ട് പേടിച്ചതോടെ എന്താണ് ഇവൻ ചെയ്യുന്നത് എന്ന് അവിടെ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനും മൈറ്റ് ഗൈക്ക് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മെറ്റലി എന്താണ് ചെയ്യുന്നതെന്ന്. റോക്ലിക്ക് ഒട്ടും പറ്റുന്നില്ല. കാരണം അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം എത്ര സ്പീഡിലാണ്, എത്ര അൺഎക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ്സ് ആണെന്ന്. നമ്മൾ ഡ്രങ്കൻ മോഡില്ലേ നമ്മളുടെ റോക്ലിയുടെ, ആ ഒരു മോഡാണ് ഇപ്പോൾ നമ്മളുടെ മെറ്റലി ഇവിടെ ചുമ്മാ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോക്ലിയുടെ ഇടിയിൽ ചെന്നിട്ട് മെറ്റലി തെറിച്ചടിച്ച് ദൂരെ പോകുന്നു വീഴുന്നുണ്ടെങ്കിലും പിന്നെയും എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ മൈക്ക് എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ കൊച്ചു തന്നെ, ഞാൻ പറഞ്ഞു കൊടുത്തത് കണക്ക് തന്നെ അവൻ ചെയ്യുന്നത്. അത് കണ്ടിട്ട് നമ്മുടെ മൈക്കയുടെ കണ്ണൊക്കെ നിറഞ്ഞു അനന്തശ്രു. അങ്ങനെ എന്ത് ചെയ്യാണ്, അവൻ ഭയങ്കര ഗട്ട്സിൽ എഴുന്നേറ്റ് വരികയാണ്. ഇത് കാണുമ്പോൾ തന്നെ റോക്ലി വിചാരിക്കണോ ഇവൻ കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടെന്ന്. മെറ്റലി ഓടി അടുത്ത് വന്നൊരു വലിയ പഞ്ച് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോഴത്തേക്കും പിന്നെ ആൾക്കാർ നോക്കുന്നു. അത് കാണുമ്പോൾ പിന്നെയും ഒന്ന് ടെൻഷൻ ആവാണ്, ഒട്ടും ധൈര്യമില്ലാതാവാണ്. പിന്നെ അങ്ങോട്ട് പറ എന്തൊക്കെയോ കാണിക്കുകയാണ്. ആ മൂവ്സ് പിന്നെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴാണ് റോക്ലി ഇത് ശ്രദ്ധിക്കുന്നത്, ഇത് ഡ്രങ്കൻ മോഡാണല്ലോ, ഇവൻ എന്താ കാണിക്കുന്നതെന്ന്. നമുക്ക് തന്നെ അറിയാം ഡ്രങ്കൻ മോഡിൽ നമ്മുടെ റോക്ലിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതുപോലെയാണ് മെറ്റലി കാണിക്കുന്നത്, അങ്ങോട്ടും ഒക്കെ. എന്നിട്ട് റോക്ലിക്കാണെങ്കിൽ മെറ്റലിയുടെ പഞ്ച് ഇപ്പോൾ കൊണ്ടും തുടങ്ങി. കാരണം മെറ്റലി അറിഞ്ഞുകൊണ്ടല്ല പഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടിക്കുമ്പോൾ സ്പീഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുമ്പോൾ കൊള്ളുന്നതാണ്. അങ്ങനെ ഭയങ്കര രീതിയിൽ നമ്മുടെ മെറ്റലി അവിടെ പെർഫോം ചെയ്യണം. ആ പെർഫോമൻസ് കണ്ടിട്ട് നമ്മുടെ റോക്ലി ഇംപ്രസ് ആവാണ്. പിന്നെ വലിയ അറ്റാക്ക് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ പോവാണ്. എന്താ പറഞ്ഞ എനിക്ക് ഇന്നർ ഗേറ്റ്സ് പഠിക്കാൻ പറ്റത്തില്ലെന്നോ, ഞാൻ നിഞ്ചല്ല, ഞാൻ തോൽവിയാണെന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പോകുമ്പോൾ ഇന്നർ ഗേറ്റ് ഓപ്പൺ ആവാണ്. ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ചവിട്ടി തെറിപ്പിച്ച് എന്ത് ചെയ്യാണ്,
ഒരു കളയാണ് നമ്മളുടെ റോക്ലീനെ. ഇത് കണ്ട് എല്ലാവരും ചാടി എണ്ണിട്ട് ഏയ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആരെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങാണ്? മെറ്റല്ലീനെ സപ്പോർട്ട് ചെയ്യാണ്. മൈറ്റ് ഗൈ പോലും മെറ്റല്ലി എന്ന് പറയാണ്. പിന്നെ റോക്ലി എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് നമ്മളുടെ മെറ്റല്ലിയാണ് വിന്നർ എന്നും പറഞ്ഞിട്ട് ആര് പറഞ്ഞു? മൈറ്റ് ഗൈ പറഞ്ഞു. അങ്ങനെ റോക്ലിക്ക് ടെൻഷൻ ആയി എന്ന് വെച്ച് നോക്കിയാൽ ഇല്ല, റോക്ലി ഭയങ്കര ഹാപ്പിയാണ്. നീ അത് ചെയ്തു, നിന്നെ കൊണ്ട് പറ്റിയില്ലോ, ഞാൻ പോലും വിചാരിച്ചില്ല എന്ന് പറയാണ്. അപ്പോൾ പറയണേ എനിക്ക് ഇന്നഗേറ്റ്സ് പഠിക്കാൻ പറ്റൂല എന്നല്ലേ പറഞ്ഞു. ഇനി എനിക്ക് പറ്റൂലായിരിക്കും അല്ലേ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ റോക്ലി പറയാണ്, നീ ഇപ്പം ചെയ്തത് തന്നെ ഇന്നർ ഗേറ്റ് ആണ് എൻ്റെ പൊന്നു പൊട്ട, നീ ഇപ്പം എന്നെ ചവിട്ടി തെറിപ്പിച്ച് ദൂരെ കളഞ്ഞത് ഇന്നർ ഗേറ്റ് ആണ്. അത് അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. നിന്റെ മൂവ്സ് ഒക്കെ ഭയങ്കര സ്പീഡാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, സൂപ്പറായിട്ട് നീ ചെയ്യും, അടിപൊളിയാണെന്ന് പറയണം. അപ്പോൾ മൈക്ക് തംസപ്പ് കൊടുക്കണം. പൊളി മക്കളെ പൊളി, നിങ്ങൾ എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെ എന്ന് പറയണം. അപ്പോഴത്തേക്ക് ഇവർ ഓടി വന്ന് കെട്ടിപ്പിടിക്കണം. പിന്നെ സെൻറ്റി എന്താടാ ഇവർ കാണിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. അങ്ങനെ പിന്നീട് നമ്മളെ ടീം 7 കാണുമ്പോൾ അവൻ ചെയ്തതെല്ലാം കേട്ടു പൊളി തന്നെ കേട്ടോ എന്ന രീതിയിൽ നമ്മളുടെ പിള്ളേരും പറയണം. അപ്പം പിന്നെ ഒരു പോട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയണേ ഇതാണ് അടുത്ത മിഷൻ, പൊട്ടിക്കല്ലേ എന്ന് പറയുമ്പോഴേ പൊട്ടിച്ചേ. അപ്പൊ എത്ര മാറിയാലും നമ്മളുടെ മെറ്റല്ലിയുടെ പേടി മാറത്തില്ലെന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ടാവാം.